നമസ്കാരം. തൃശൂരിൽ കോൺഗ്രസിന്റെ സർജിക്കൽ സ്ട്രൈക്കായിരുന്നു കെ മുരളീധരൻ. അല്ലെങ്കിൽ അങ്ങനെ ധരിപ്പിച്ചാണ് പാർട്ടി ജയിക്കാൻ സാധ്യതയുള്ള സീറ്റും കളയിച്ച് മുരളിയെ തൃശൂരിൽ ഇറക്കിയത്. മൂന്നാം സ്ഥാനത്ത് പോയ വൻപൻ തോൽവിക്ക് ശേഷം BJP CPM ധാരണയെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾക്കെതിരെയാണ് മുരളീധരൻ പ്രതികരിച്ചത്. തെരഞ്ഞെടുപ്പിലേക്കില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന മുരളീധരനെ അനുനയിപ്പിക്കാൻ നേതാക്കന്മാർ നെട്ടോട്ടമോടിയ കാഴ്ചയും കേരളം കണ്ടു. തന്നെയും അച്ഛനെയും ചതിച്ചവർ ചേട്ടനെയും ചതിച്ചെന്ന പത്മജ വേണുഗോപാലിന്റെ വാക്കുകൾക്ക് മറുപടിയില്ലാതെ അന്ന് കോൺഗ്രസ് നേതാക്കന്മാർ മുഖം താഴ്ത്തി. പാലക്കാട് വരെ ആ പിണക്കം കെ മുരളീധരൻ വ്യക്തമായി മാധ്യമാഭിമുഖങ്ങളിൽ പ്രതിഫലിപ്പിച്ചു. ഇപ്പോഴിതാ തൃശൂരിൽ കെ മുരളീധരനെ പാർട്ടിക്കാർ തന്നെ ചതിച്ചുവെന്ന് KPCC ഉപസമിതി റിപ്പോർട്ട് വന്നതാണ് സൂചനകൾ. അങ്ങനെ ഒരു റിപ്പോർട്ടേ ഇല്ലെന്ന് VD സതീശൻ മുതൽ ഇങ്ങോട്ട് അനിലക്കര വരെ പറയുമ്പോഴും കെ മുരളീധരൻ പ്രകടിപ്പിച്ച പരിഭവത്തിന് കൃത്യമായ മറുപടി കൊടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. ചതിച്ച് തോൽപ്പിച്ചോ മുരളിയെ, അതോ വെറും വ്യാജ റിപ്പോർട്ടോ? പരിശോധിക്കുന്നു സ്പെഷ്യൽ ഡിബേറ്റ്. സ്വാഗതം. CPM നേതാവ് റിജി ലൂക്കോസ്, കോൺഗ്രസ് നേതാവ് ശ്രീകുമാർ, കോൺഗ്രസ് നിരീക്ഷകൻ ശ്രീകുമാർ മനേൽ, ഒപ്പം കോൺഗ്രസ് നേതാവ് DCC സെക്രട്ടറി ഷിറാസ് ഖാൻ, BJP നേതാവ് പ്രിൻറ്റു മഹാദേവ് എന്നിവർ നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ഷിറാസ് ഖാനിലേക്ക്. ഷിറാസ്, ഇങ്ങനെയൊരു റിപ്പോർട്ട് തന്നെ ഇല്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയൊരു റിപ്പോർട്ട് വ്യാജ വാർത്തയാണെന്ന് ആരോപിച്ചുകൊണ്ട് അനിലക്കര കേസ് കൊടുക്കാനുള്ള നീക്കങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്നു. തോൽവിക്ക് ശേഷം കെ മുരളീധരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരൊറ്റ മാധ്യമങ്ങളോടും അല്ലാത്ത രീതിയിൽ എല്ലാവരോടും ഒരേ ഉത്തരമാണ് പറഞ്ഞത്. ഇതുണ്ടായത് ഇതിനകത്ത് നിന്നാണ്. സംസ്ഥാന BJP നേതൃത്വങ്ങൾക്ക്, സംസ്ഥാന ജില്ലാ കോൺഗ്രസ് നേതൃത്വങ്ങൾക്ക് ഇതിനകത്ത് പങ്കുണ്ട് എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹം എല്ലാ മാധ്യമങ്ങളോടും പ്രതികരിച്ചത്. ഇതൊക്കെ തന്നെയാണ് റിപ്പോർട്ടിനകത്ത് വായിക്കുമ്പോഴും മനസ്സിലാകുന്നത്. ഇങ്ങനെ ഒരു റിപ്പോർട്ടേ ഇല്ല എന്നാണെങ്കിൽ പിന്നെ എന്തായിരിക്കും റിപ്പോർട്ട്? അല്ലെ, ഉത്തരവാദിത്തപ്പെട്ടവർ അങ്ങനെ ഒരു റിപ്പോർട്ട് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ റിപ്പോർട്ട് ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ പക്ഷേ അവിടെ അന്വേഷണ റിപ്പോർട്ട് ഒന്നുണ്ടാവണ്ടേ, അത് പുറത്തു വരണ്ടേ, അത് പാർട്ടി പ്രവർത്തകരല്ലെങ്കിൽ പാർട്ടിയുടെ നേതൃത്വത്തെയെങ്കിലും ബോധ്യപ്പെടുത്താൻ കഴിയണ്ടേ എന്നുള്ളൊരു ചോദ്യം റിപ്പോർട്ട് ഇല്ല എന്ന് പറയുമ്പോൾ അതിനിടയിൽ അവശേഷിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നത് ചിലരുടെ ജന്മാവകാശമാണ് എന്ന് സ്ഥാപിക്കപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് സംഭവിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള അപജയമാണ് ഇപ്പോൾ എൻ്റെ പ്രസ്ഥാനത്തിന്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അതൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ശരിക്കും മാറേണ്ടിയിരിക്കുന്നു. ഇവിടെ കെ മുരളീധരൻ പരാജയപ്പെട്ടു എന്നുള്ളതല്ല വിഷയം. അതുമായി ബന്ധപ്പെട്ട് KPCC ഉപസമിതി ഒരു അന്വേഷണ കമ്മീഷനെ വെക്കുകയാണ്. ആ അന്വേഷണ കമ്മീഷൻ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. ആ റിപ്പോർട്ടിൻ്റെ വാർത്ത ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ മീഡിയകളെ സമീപിക്കുന്നു. അങ്ങനെ ഒരു വാർത്ത പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവർ പറയുകയാണ് ഇങ്ങനൊരു വാർത്ത വന്നിട്ടില്ല എന്ന്. അപ്പോൾ പാർട്ടിക്കകത്ത് എന്തുമാത്രം പാർട്ടി വിരുദ്ധത കടന്നുകൂടിയിരിക്കുന്നു. ഒരു പാർട്ടി ഒരു അച്ചടക്കമുള്ളൊരു പാർട്ടിയാണ് എന്നതിനപ്പുറം, അല്ലെങ്കിൽ അച്ചടക്കം എന്നുള്ളത് മാറി നിൽക്കട്ടെ, കോൺഗ്രസ് ഒരു വിശാലമായ ജനാധിപത്യ പാർട്ടിയാണ്, അവിടെ അച്ചടക്കം എന്നതല്ല അതിൻ്റെ ഒരു പ്രശ്നം. പക്ഷെ ഒരു പാർട്ടി എന്ന് പറയുന്ന ഇല്ലാത്ത റിപ്പോർട്ട് പുറത്തു വരുന്നു എന്ന് പറയുന്നത് ജനാധിപത്യത്തിന് എന്ത് കോൺഗ്രസിനകത്ത് എന്ത് ഭിന്നതയുണ്ടെങ്കിലും ഞങ്ങളൊരു ജനാധിപത്യ സ്വഭാവമുള്ള പാർട്ടിയാണെന്ന് പറയുന്നത് ഇതെങ്ങനെ ശരിയാകും? അല്ല, ഇല്ലാത്ത റിപ്പോർട്ട് പുറത്തു വന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു റിപ്പോർട്ട് മാനിപ്പുലേറ്റ് ചെയ്തു അല്ലെങ്കിൽ ഉള്ള റിപ്പോർട്ട് പുറത്തു വിട്ടുവെങ്കിൽ അത് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരായിരിക്കാം. പുതിയ DCC പുനഃസംഘടന വരികയാണ്. അപ്പോൾ ചിലവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനൊരു വാർത്ത മാനിപ്പുലേറ്റ് ചെയ്തുവെങ്കിൽ പാർട്ടി ഓഫീസുകളുടെ ഇടനാഴികളിൽ പാർട്ടി പേര് പറഞ്ഞ് നിൽക്കുന്നവർ സംശയത്തിൻ്റെ നിഴലിലാണ്. പാർട്ടി എങ്ങനെയാണ് നേതാക്കളെ റിക്രൂട്ട് ചെയ്യുന്നത്? പാർട്ടി നേതാക്കളെ റിക്രൂട്ട് ചെയ്യുന്നത് അതാണ് ഞാൻ സൂചിപ്പിച്ചത്. മത്സരിക്കുക എന്നുള്ളത് ജന്മാവകാശമായി കൊണ്ടു നടക്കുന്ന ആൾക്കാരുള്ളൊരു പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള അപജയമാണ് ഇപ്പോൾ ഈ കോൺഗ്രസ് പാർട്ടിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വാതിൽ തുറക്കുമ്പോൾ, വാഹനത്തിൽ നിന്ന് വാതിൽ തുറക്കുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിൽ വാതിൽ തുറക്കുമ്പോൾ, ഓഫീസിൽ വാതിൽ തുറക്കുമ്പോൾ എന്നും കൺമുന്നിൽ കാണുന്ന സ്ഥിരം മുഖങ്ങളെ ആട്ടിയോടിക്കുവാനുള്ള മനസ്സ് വരാത്ത നേതാക്കളുള്ളിടത്തോളം കാലം ഈ പാർട്ടി ഇങ്ങനെയൊക്കെ. അല്ല ഷിറാസ്, അതിലൊരു വിഷയം, അനിലക്കര DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നു എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ പല അവകാശവാദങ്ങളുണ്ട്.
ആ സമയത്താണ് ഈ വിഷയം വരുന്നത്. സ്വാഭാവികമായിട്ടും അനിലക്കരയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നു എന്ന് പറയുമ്പോൾ ഇത് ആർക്കാണ് ഗുണകരമാകുന്നത്? സ്ഥിരമായി കാണുന്ന അല്ലെങ്കിൽ സ്ഥിരമായി പാർട്ടിക്കൊപ്പം നിൽക്കുന്ന മുഖങ്ങളിൽ ഒന്നല്ല അനിലക്കര എന്നാണോ? അനിലക്കര അവിടെ ഒരു വേറിട്ട പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള ഒരാളാണ്. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ചിട്ടാണ് അദ്ദേഹത്തിന് മത്സരിക്കാനൊരു അവസരം കിട്ടുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹം DCC പ്രസിഡന്റ് ആവരുത് എന്ന് ആഗ്രഹിക്കുന്നവർ ഈ റിപ്പോർട്ടിന് പിന്നിലുണ്ടാകാം. സ്വാഭാവികമല്ലേ? അതായത് ഓക്കെ, അത് സമ്മതിക്കുന്നു. അതിനർത്ഥം ഈ വന്ന വസ്തുതകൾ വ്യാജമാണ്, കള്ളമാണ് എന്നുകൂടി ഷിറാസ് പറഞ്ഞു വെക്കുന്നുണ്ടോ? ഈ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലായിടത്തും കോൺഗ്രസിന് അനുകൂലമായൊരു തരംഗം കടന്നു വരികയാണ്. തൃശ്ശൂർ മാത്രം 3-ാം സ്ഥാനത്തേക്ക് പാർട്ടി പോകുന്നു എന്ന് പറയുമ്പോൾ അത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ അവിടെ ഉണ്ടായിരുന്നിട്ടും തൃശ്ശൂർ 3-ാം സ്ഥാനത്തേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ സംശയത്തിൻ്റെ നിഴൽ പാർട്ടി നേതാക്കളുടെ നേരെ ചൂണ്ടപ്പെടുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല എന്ന വിലയിരുത്തലാണ് സ്വാഭാവികമായിട്ട് രാഷ്ട്രീയം മനസ്സിലാക്കുന്ന രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കുള്ളത്. ഓക്കെ, ഞാൻ തിരികെ എത്താം. റെജി ലൂക്കോസ്, വടകരയിൽ ഉണ്ടാക്കിയ ധാരണ ഇതൊക്കെ കൂടെ വർക്കൗട്ട് ചെയ്തു തൃശ്ശൂരിൽ, ഇതൊക്കെയാണല്ലോ CPM പറഞ്ഞിരുന്നത്. അങ്ങനെയല്ല, ഈ കോൺഗ്രസ് പാർട്ടിക്കകത്ത് പാളയത്തിൽ പടയുണ്ടായി, അങ്ങനെ K മുരളീധരനെ ചതിച്ചു തോൽപ്പിച്ചു. അതായത് ഈ പാർട്ടിക്കകത്തുള്ള വിഷയങ്ങൾ കൊണ്ടാണ് മുരളീധരൻ തോൽവിയിലേക്ക് പോയത് എന്ന് പറയുമ്പോൾ CPM ഒക്കെ ഉന്നയിക്കുന്ന ഒരു സിദ്ധാന്തമല്ല അവിടെ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത് എന്ന ഒരു വിഷയമുണ്ട്. പാർട്ടിക്കകത്ത് പാളയത്തിലെ പടയാണോ സംഭവിച്ചിരിക്കുന്നത്? ഈ റിപ്പോർട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതിനകത്ത് പറയപ്പെടുന്ന കാര്യങ്ങൾ പലപ്പോഴായി K മുരളീധരൻ ഈ സൂചനകളൊക്കെ മാധ്യമങ്ങളോട് നൽകിയതാണ്. അല്ല, അപർണ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അനിലക്കരെ ഇങ്ങനെ റിപ്പോർട്ടേ ഇല്ല എന്ന് ഈ റിപ്പോർട്ടിനെ തള്ളി പറഞ്ഞത് അദ്ദേഹത്തിന്റെ നേതാവായ പ്രതിപക്ഷ നേതാവ് VD സതീശനോടുള്ള ഒരു വെല്ലുവിളിയും അപമാനവും. VD സതീശൻ മാധ്യമങ്ങളെ കണ്ടു പറഞ്ഞത് ഈ റിപ്പോർട്ട് ഞാൻ കണ്ടിരുന്നു, മാസങ്ങൾക്ക് മുമ്പേ റിപ്പോർട്ട് കണ്ടിരുന്നു. ആ റിപ്പോർട്ട് പുറത്തുകൊണ്ട് ഞാനല്ല, KPCC ഔദ്യോഗികമായിട്ടാണ് പുറത്തുകൊണ്ടത്. പക്ഷെ അതിൽ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന മാധ്യമങ്ങൾ ചോർത്തുകയും പുറത്തുകൊണ്ട് ചില പരാമർശങ്ങൾ അതിനകത്ത് ഇല്ല എന്ന് മാത്രം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ റിപ്പോർട്ടില്ല, ഇങ്ങനെ റിപ്പോർട്ടേ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിലക്കരെ എനിക്ക് തോന്നുന്നത് പതിവ് പോലെ അദ്ദേഹത്തിന് നിയന്ത്രണപ്പെട്ട് ചില വാക്കുകൾ പറഞ്ഞാൽ നാളെ അദ്ദേഹം DCC പ്രസിഡന്റ് ആകാം എന്നൊരു പ്രതീക്ഷ അദ്ദേഹത്തിന് കൺട്രോൾ പോയതായിരിക്കും. പക്ഷെ ഇവിടുത്തെ വിഷയം അതല്ല. K മുരളീധരനെ എന്തുകൊണ്ടാണ് തൃശ്ശൂരിലേക്ക് കൊണ്ടുപോയി രാഷ്ട്രീയ മതം നടത്തിയത്? അവിടെയാണ് നമ്മൾ പ്രസക്തം. അത് പാർട്ടി പോലെ CPM പറഞ്ഞത് 100% കറക്റ്റ് അല്ല. അന്ന് മുതലേ അത് കൃത്യമാണെന്നുള്ള ഒരു പരിധി വരെ വരികൾക്കിടയിലൂടെ K മുരളീധരൻ പലതവണ കേരളത്തോട് പറഞ്ഞിട്ടുണ്ട്. അവിടെ വടകരയിൽ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയർ ആക്കിയിരുന്ന ഒരു MP അദ്ദേഹം അവിടെ മത്സരിക്കാനായിട്ട് രണ്ടാമത് മത്സരിക്കാൻ കോപ്പ് കിട്ടുകയും പോസ്റ്റ് വരെ അടിക്കുകയും ചെയ്തപ്പോഴാണ് ഷാഫി പറമ്പലിനെ അങ്ങോട്ട് കെട്ടിയിറക്കി ഇദ്ദേഹത്തിന് തൃശ്ശൂർ കൊണ്ടുപോയത്. 2 ലക്ഷ്യങ്ങളായിരുന്നു. ഒന്ന്, K മുരളീധരൻ എന്ന് പറഞ്ഞ ഭീഷണിയെ, കോൺഗ്രസ് മുന്നിലെ ഭീഷണിയെ പലരും ഭയക്കുന്നുണ്ട്. അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന് ഭാവി ഇല്ലാതാക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആണ് ഏറ്റവും രസകരമായ കാര്യങ്ങൾ. CPM ആരോപിച്ചത് വളരെ കൃത്യമാണ്. കാരണം എന്തുകൊണ്ടാ, 2019 അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കിട്ടിയ 86,000 വോട്ട്, TN പ്രതാപന് കിട്ടിയ 86,000 വോട്ട് കാണാനില്ല. 5 വർഷക്കാലത്തെ പുതിയ വോട്ടർമാരുടെ ലിസ്റ്റ് വേറെ. ആ വോട്ട് അവിടെ പോയി, അത് BJPയുടെ പെട്ടിലേക്ക് വീണു. അപ്പോൾ BJPയെ വിജയിപ്പിക്കുക, അതിനു പകരം വടകരയിൽ വോട്ട് മറിച്ചു കൊടുക്കുക എന്ന ഒരു ധാരണ കോൺഗ്രസും BJPയും തമ്മിൽ ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമല്ലേ? 100% വ്യക്തമല്ലേ? ഇനിയിപ്പോ ആരെങ്കിലും അതിനെ എതിർക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പകൽ വെളിച്ചത്തിൽ ഇരുട്ട് കാണുന്നവരെന്നല്ലാണ്ട് എന്ത് പറയാൻ പറ്റും? ഇതല്ലേ എന്റെ വസ്തുത എന്ന് പറയുന്നത്. ഇനി K മുരളീധരൻ ശേഷം നടത്തിയ പല പ്രസ്താവനകളും നമ്മുടെ മുമ്പിൽ വളരെ കൃത്യമായ രീതിയിൽ വരച്ചു കേട്ടപ്പെട്ട യാഥാർത്ഥ്യങ്ങളുണ്ട്. അദ്ദേഹം വളരെയധികം നിരാശരായിരുന്നു. തന്നെ കൊണ്ടുവന്ന് അവമാനിക്കുക എന്ന് പറഞ്ഞത് സത്യ. പത്മജ വേണുഗോപാൽ എത്ര കൃത്യമാ. കേവലം 1100 വോട്ടിനാണ് പത്മജ വേണുഗോപാൽ 2021 അവിടെ തോറ്റുപോകുന്നത്. അതിന്റെ കാരണക്കാരൊക്കെ എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? ഇനി ഇവർ ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നത് മാത്രമല്ല, ഇതിനകത്ത് നിശബ്ദരായിരിക്കുന്ന ഒരു മുരളീധരനെ തോൽപ്പിച്ചതിൽ മൗനമായിട്ട് വർക്ക് ചെയ്ത് മറ്റൊരാളുണ്ട്, TN പ്രതാപൻ പോസ്റ്റ് ഒട്ടിച്ചിരുന്നു. 3 ലക്ഷം പോസ്റ്റ് അടിച്ച് ആ പല സ്ഥലത്തും ഒട്ടിക്കുകയും ചെയ്തു. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ തീരദേശ മേഖല, അദ്ദേഹത്തിന്റെ സ്വാധീനമുള്ള തീരദേശ മേഖലയിൽ കോൺഗ്രസ് പല മണ്ഡലത്തിൽ 3-ാം സ്ഥാനത്തായിരുന്നു. അപ്പൊ TN പ്രതാപന്റെ ഒരു ഓപ്പറേഷൻ ഇതിന് പിന്നിൽ വളരെ വ്യക്തമല്ലേ? K മുരളീധരനെ വടകരയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ അപമാനിച്ച് രാഷ്ട്രീയപരമായി അദ്ദേഹത്തിന് ഭാവി തൊലയ്ക്കാൻ വേണ്ടിയിട്ട് നടത്തിയ VD സതീശനും KC വേണുഗോപാലും ഈ കൂട്ടരും കൂടെ നടത്തിയ ഒരു വലിയ തിരക്കഥയായിരുന്നു അവിടെ സംഭവിച്ചത്.
അദ്ദേഹം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിക്കാനുള്ള സാധ്യതയില്ല എന്നും അങ്ങനെ ജയിച്ചു വന്നാൽ പോലും അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദത്തിലേക്ക് കടക്കാനുള്ള അദ്ദേഹത്തിന്റെ താല്പര്യം മുളയിലെ നുള്ളുമായിരുന്ന ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വളരെ വ്യക്തമല്ലേ. അതായത് ശ്രീ രജിലുക്കോസ്, താങ്കൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. 1.5 വർഷം മുമ്പ് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ ടി.എൻ. പ്രതാപൻ അതിനു മുൻപ് കെ മുരളീധരൻ വരുന്നതിന് മുൻപ് പോസ്റ്റർ ഒട്ടിക്കുന്നു, പിന്നെ ഇതൊരു സാക്രിഫൈസ് ആയിട്ട് കൊടുക്കുകയാണ് എന്നുള്ളൊരു ധാരണ വരുത്തുന്നു. അതിനുശേഷം അദ്ദേഹം ഇതാ KPCC വൈസ് പ്രസിഡന്റായി നിൽക്കുകയും ചെയ്യുന്നു. അതായത് കിട്ടേണ്ടതെല്ലാം ചോദിച്ചവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴൊരു വിവാദമുണ്ടെങ്കിൽ ആ വിവാദവും കെ മുരളീധരന്റെ തലയിൽ ഇരിക്കട്ടെ എന്നുകൂടി വിചാരിക്കുന്നുണ്ടോ ചിലരൊക്കെ? 1000% കറക്റ്റാ. കാരണം ടി.എൻ. പ്രതാപൻ രാഷ്ട്രീയത്തിലെ ഒന്നാമതൊരു അഭിനേതാവാണ്. നമുക്ക് വളരെ വ്യക്തമായിട്ട് പല കാര്യങ്ങൾ പറയാം, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ടി.എൻ. പ്രതാപന് ഈ പറയുന്ന പോസ്റ്റർ ഒട്ടിച്ച് കെ മുരളീധരന്റെ പോസ്റ്റർ ഒട്ടിക്കുന്ന നാടകം വരെ അത് മാധ്യമങ്ങളിൽ വന്നു. അപ്പൊ തന്നെ നമുക്കറിയാമായിരുന്നു പണി കൊടുക്കാനായിട്ടുള്ള എല്ലാ ലക്ഷങ്ങളും ഉണ്ടെന്നുള്ളവരും. ഒന്ന് ഇവിടെ ചോദ്യം അതല്ല, എവിടെ പോയി 86,000 വോട്ട് കോൺഗ്രസിന് നിലവിലുള്ള വോട്ട് അതെങ്ങോട്ട് പോയി? വളരെ കൃത്യമായ ചോദ്യമല്ലേ? അല്ലെങ്കിൽ കൊള്ള സുനിൽകുമാർ അവിടെ 3ാം സ്ഥാനത്തേക്ക് പോയി, ഇടതുപക്ഷത്തിന്റെ വോട്ടുകളോട് ചോർന്നു പോയാൽ കറക്റ്റാ. ഇടതുപക്ഷത്തിന്റെ 12,000 വോട്ട് വർദ്ധിക്കുകയത്. അപ്പൊ ഈ വോട്ടോടെ പോയി, ആ വോട്ടോടെ പോയി. ആ ഒറ്റ ചോദ്യത്തിനുള്ള മറുപടി മാത്രം പറഞ്ഞാൽ മതി. ഇപ്പോൾ കോൺഗ്രസിലെ പിന്നെ ആളുകളായിട്ട് ഈ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്നവര് അവിടെ ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട കോൺഗ്രസ് നിരീക്ഷകൻ പറഞ്ഞതിനകത്ത് എനിക്ക് ചില കാര്യങ്ങളിൽ യോജിപ്പുണ്ട്. ജന്മന തന്നെ മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ ആളുകളുണ്ട് അവിടെ. അവരുടെ തൊഴുത്തിൽ കൂത്താണ് ഇപ്പൊ ഈ കോൺഗ്രസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നോക്കൂ, ഇന്ന് VD സതീശൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞ എന്താ? ഞാൻ ഈ റിപ്പോർട്ട് വായിച്ചതാണ്, KPCC ആണ് അത് പുറത്തുവിടട്ടെ. അതിലൊക്കെ പറഞ്ഞെന്താ? അങ്ങനെ ഒരു റിപ്പോർട്ടേ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഉപസമിതിയെ പിന്നെ ജോസഫിന്റെ പിന്നെ നേതൃത്വത്തിൽ ഈ ഉപസമിതി ഉണ്ടാക്കിയിട്ട് ആ റിപ്പോർട്ടോടെ പോയി. അപ്പൊ ഇത് തമ്മിൽ യാതൊരു ധാരണയില്ലാതുകൊണ്ട് എങ്ങോട്ടൊക്കെയോ പരാക്രമം നടത്തി അധികാരത്തിലെത്താനുള്ള ഇവരുടെ പരാക്രമമാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അവിടാണ് പ്രസക്തമായ ചോദ്യം. അന്ന് CPM വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ശൈലജ ടീച്ചറെ തോൽപ്പിക്കാനായിട്ട്, അത് തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലത്തിൽ, തോൽപ്പിക്കാൻ സാധ്യത കുറവുള്ള ഒരു മണ്ഡലത്തിൽ ടീച്ചറെ തോൽപ്പിച്ച് 2 നേട്ടമാണ്. ഒരു പടിക്ക് 2 പക്ഷി. ഒന്ന് ടീച്ചറെ പരാജയപ്പെടുത്തുക, രണ്ടാമത് കെ മുരളീധരന്റെ ഒരു വനവാസം, രാഷ്ട്രീയപരമായ വനവാസം. അതേ ഇപ്പോഴും വനവാസത്തിലാ. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഒരു വിലയും ആ പാർട്ടിയിലില്ല. എന്നാൽ ഈ പറയുന്ന നമ്മൾ പ്രതിപാദിച്ച നേതാക്കന്മാരിൽ ഒരു ക്രൗഡ് പുള്ളറായിട്ട് ഇപ്പോൾ ഉള്ള ആരാ? സത്യത്തിന് ഈ കെ മുരളീധരൻ മാത്രമേ ഉള്ളൂ. അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിന് സ്റ്റാൻഡുകൾ മാറ്റി പറയാറുണ്ട് കാര്യങ്ങളായിട്ട്. പക്ഷെ അദ്ദേഹം ഒരു ക്രൗഡ് പുള്ളറാ. VD സതീശന് പോലും ഇത്രയ്ക്കധികം ആളുകളെ ആകർഷിക്കാനുള്ള ഇതില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് ഒട്ടുമില്ല. KC വേണുപോലൊന്ന് ആരെങ്കിലും കാണാൻ പോകും? ഒരു മനുഷ്യൻ പോലും പോകുന്നില്ല. എന്ത് ചോദിച്ചോളൂ. ഓക്കെ ഇല്ല, ഞാൻ താങ്കൾ പറയുന്നത് കേൾക്കായിരുന്നു, ചോദിച്ചില്ല ഞാൻ. ഓക്കെ റൈറ്റ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ദിവസം കാലങ്ങളായിട്ട് ഈ കേരളത്തിൽ ഞാനൊരു ചരിത്രം പറയാം. വടകര ലോക്സഭാ മണ്ഡലത്തിലേക്കും അതേസമയം തന്നെ ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിലേക്കും പരസ്യമായിട്ട് കോലിബി സഖ്യത്തിൽ വന്ന് മത്സരിച്ചവരല്ലേ അവര്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ BJPയുടെ തരം പോലെ പിന്നെ എന്താ പറയാ അവസരോചിതമായിട്ട് ഇതിൽ അല്ലെങ്കിൽ അനവസരത്തിൽ കൂട്ടുകൂടാൻ മടിയില്ല. ഒറ്റ ഉദാഹരണം ഞാൻ പറയട്ടെ. ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രി, അദ്ദേഹത്തിന്റെ ഇന്നലെ പ്രസ്താവനയ്ക്കെതിരെ പാർലമെന്റിൽ ശബ്ദിച്ചാലാ. നിങ്ങൾ നോക്കണം, 18 MP-മാരുണ്ട് UDF-ന്. രാജ്യസഭയിൽ അവർക്ക് MP-മാരുണ്ട്. രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസും CPI-യുടെ പിന്നെ MP-യാണ് ശക്തമായി പ്രതികരിച്ചത്. പാർലമെന്റിൽ പിന്നെ ലോക്സഭയിൽ വന്നപ്പോഴോ ഇവരിൽ 2 പേര്, ഒന്ന് പിന്നെ ഉണ്ണിത്താൻ കാസർഗോഡ് MP ഇന്നലെ എന്തോ പറഞ്ഞ അദ്ദേഹത്തിന്റെ കടമ കഴിഞ്ഞു. അത് പിന്നെ പരമ്പരാഗതമായി അദ്ദേഹത്തിന് വേറെ ചില പ്രശ്നങ്ങളുണ്ട്. രണ്ടാമത് കൊടിക്കുന്ന് സുരേഷ്, അദ്ദേഹം പാർലമെന്റിൽ വെളിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു, പാർലമെന്റിനകത്ത് ഇവരാരും നിശബ്ദരായിരുന്നു. കേരളം കേൾക്കാൻ പാടില്ലാത്ത പരിഷ്കൃത സമൂഹത്തിന് അപമാനമായ വാക്ക് പറഞ്ഞ സുരേഷ് ഗോപിക്കെതിരെ ഒരു അക്ഷരം പോലും വേണ്ടിയില്ല. ശ്രീ രജിലുക്കോസ്, ആ വിഷയത്തിലേക്ക് ഞാൻ വരാം. പ്രിന്റു മഹാദേവ്, കോൺഗ്രസിന്റെ ആട്ടും തുപ്പുമേറ്റ് കഴിയുന്ന കെ മുരളീധരന് ഓട്ടക്കാലിന്റെ വില പോലും പാർട്ടിക്കാർ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞത് നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. എല്ലാ കാലത്തും BJP പറയുന്നത് മുരളീധരന് വരാം, ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ സ്ഥിതി മോശമാണ് എന്ന് അങ്ങോട്ടേക്ക് പോയ കെ മുരളീധരന്റെ സഹോദരി മാത്രമല്ല, അത് പാർട്ടിക്കാരും പറയുന്ന കാര്യമാണ്. ഈ തൃശ്ശൂരിൽ ഈ രീതിയിലുള്ള ഒരു കൊലച്ചതി കെ മുരളീധരനെതിരെ നടന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ആൾക്കാർ BJP-കാരായിരിക്കുമല്ലോ, പ്രത്യേകിച്ച് തൃശ്ശൂരിലെ BJP-കാര്. ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും ഈ പുറത്തേക്ക് വരുന്ന കാര്യങ്ങളിലൊക്കെ സാങ്കത്യമുണ്ട് എന്ന് BJP കരുതുന്നുണ്ടോ? അല്ല, ഇതിനകത്ത് കൃത്യമായിട്ട് നിങ്ങൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്വയം ഓട്ടക്കാലനായി തീർന്ന വ്യക്തിത്വമാണ് കെ മുരളീധരൻ. കെ മുരളീധരന്റെ ഒരു രാഷ്ട്രീയ പൊതുജീവിതം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത്
എല്ലാ സമയത്തും ഒരു അദ്ദേഹത്തിന്റെ ഒരു ഹൈപ്പിൽ നിൽക്കുന്ന സമയത്തൊക്കെ തന്നെ മണ്ടത്തരങ്ങൾ ചെയ്ത് സ്വയം കുഴിയിലേക്ക് വീഴുന്ന ഒരു വ്യക്തിത്വമാണ് മുരളീധരൻ. മുരളീധരന് കൃത്യമായിട്ട് തൃശ്ശൂരിന്റെ ഒരു പൊളിറ്റിക്സ് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പരാജയം. അദ്ദേഹത്തിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ച ആളുകൾ കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിലെ വലിയ കേമന്മാരൊന്നുമല്ല. ഇപ്പൊ ജോസ് വള്ളൂർ ആയിക്കോട്ടെ, അനിൽ അക്കരെ ആയിക്കോട്ടെ, സ്വന്തം ഒരു നിയോജക മണ്ഡലത്തിൽ പോലും സ്വയം വിജയിക്കാൻ പറ്റാത്ത ആളുകളാണ്. അപ്പൊ മുരളീധരനെ അതൊക്കെ അവരുടെ ഒരു ആഭ്യന്തര കാര്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. പക്ഷേ തൃശ്ശൂരിന്റെ ഒരു പൊതു രാഷ്ട്രീയം മനസ്സിലാക്കുന്നതിൽ കെ മുരളീധരൻ പരാജയപ്പെട്ടു എന്നുള്ളത് തന്നെ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ കേരളത്തിന്റെ ഒരു പക്ഷേ കരുണാകര കുടുംബത്തിന്റെ വാട്ടർലൂ ആണ് തൃശ്ശൂര്. കെ കരുണാകരന്റെ ഏറ്റവും പ്രഭാവ കാലഘട്ടത്തിൽ ഇപ്പൊ 96-ൽ കെ കരുണാകരനെ തോൽപ്പിച്ചൊരു മണ്ഡലമാണ് തൃശ്ശൂര്. അതിനുശേഷം 98-ൽ വീണ്ടും മുരളീധരൻ വരുന്നു. അന്നും കരുണാകരന്റെ പ്രഭാവ കാലഘട്ടത്തിൽ മുരളീധരൻ തോൽക്കുന്നു. മുകുന്ദപുരത്ത് പത്മജ തോൽക്കുന്നു. അതിനുശേഷം വടക്കാഞ്ചേരിയിൽ മുരളീധരൻ തോൽക്കുന്നു. അങ്ങനെ നോക്കുന്ന സമയത്ത് പിന്നെ വീണ്ടും പത്മജ വരുന്നു. പത്മജ 2 തവണയാണ് തൃശ്ശൂർ നിയമസഭാ മണ്ഡലങ്ങളിൽ തോൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കരുണാകര കുടുംബത്തിന്റെ ഒരു വാട്ടർലൂ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ തൃശ്ശൂർ. അവിടേക്ക് മുരളീധരനെ ഒരുപക്ഷെ വടകരയിൽ അദ്ദേഹം നന്നായി ജയിക്കുമായിരുന്നു, അതിനകത്ത് തർക്കമൊന്നുമില്ല. ഒരു മണ്ഡലത്തെ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു MP എന്ന രീതിയിൽ അദ്ദേഹം വട്ടിയൂർക്കാവിലെ MLA ആകുന്ന സമയത്തൊക്കെ തന്നെ മുരളീധരന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ശ്രദ്ധയെ ആകർഷിച്ചതാണ്. അങ്ങനെ വിജയ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് അദ്ദേഹത്തിന് കൊണ്ടുപോകുന്നതിന് പിന്നിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. അത് ഞങ്ങൾ കാണുന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. അത് KC വേണുഗോപാലും VD സതീശൻ മാത്രമല്ല, പിണറായി വിജയനും അടക്കമുള്ള ആളുകൾ BJPയെ ഏത് വിധേനയും തോൽപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്ന ഒരാളാണ് കെ മുരളീധരൻ. പക്ഷെ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും ഒക്കെ ഇവിടെ നമ്മൾ ആഗ്രഹങ്ങളും സഫലമാകാതെ മുരളീധരൻ ദയനീയമായി 3-ാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് തൃശ്ശൂരിൽ ഞങ്ങൾ കാണുന്നത്. സ്വാഭാവികമായിട്ട് ഇപ്പൊ നമ്മൾ കാണുന്ന രീതിയിൽ ഒരു ക്രൗഡ് പുള്ളർ എന്ന രീതിയിലൊന്നും കെ മുരളീധരനെ നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ രാഷ്ട്രീയത്തിൽ ആളുകൾ ആകർഷിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഇപ്പൊ മുരളീധരന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അദ്ദേഹം വിജയിച്ചതിനേക്കാൾ കൂടുതൽ തോൽവികൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം അത്രമാത്രം വലിയ ക്രൗഡ് പുള്ളർ ആണെന്നൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. സ്വാഭാവികമായിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിലെ വിജയം എന്ന് പറയുന്നത് ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിന്റെ വിജയമാണ്. കാരണം ഏറ്റവും പരാജയപ്പെട്ട MP ആയിട്ടുള്ള TN പ്രതാപൻ, ഈ TN പ്രതാപൻ 1.5 വർഷം മുമ്പ് തന്നെ അവിടെ പറയുന്നു ഞാൻ അവിടെ മത്സരിക്കാനില്ല എന്നുള്ളത്. കൃത്യമായിട്ട് TN പരാജയൻ ഏറ്റവും പരാജയപ്പെട്ട ഒരു MP ആണെന്നുള്ള കാര്യം കേരളത്തിലെ പൊതുസമൂഹത്തിനും തൃശ്ശൂർ പാർലമെന്റിലെ മുഴുവൻ ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ആ ഒരു സാഹചര്യത്തിലേക്ക് ബോധപൂർവ്വം കെ മുരളീധരൻ കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ അവിടെ കൊണ്ടുവന്ന് ചതിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത്. അല്ലാതെ ഈ മുരളീധരൻ ഞാനൊരു 3 പോയിന്റ് പ്രിന്റിനോട് ചോദിക്കുന്നത്, അതായത് BJP ഇത് ബെനിഫിറ്റ് ഉണ്ടാക്കിയ പാർട്ടിയാണ്. കരുവന്നൂർ ബാങ്ക് വിഷയത്തിൽ സുരേഷ് ഗോപി എടുത്ത ഇടപെടലുകൾ അത് കുറച്ചുകൂടെ സുരേഷ് ഗോപിക്ക് അല്ലെങ്കിൽ BJPക്ക് ഒരവസരം ഒരുക്കി. അങ്ങനെ ആ ഒരു മാനദണ്ഡമായിട്ട് പാർട്ടി കണക്കാക്കുന്ന ഒന്നാണല്ലോ അല്ലേ തൃശ്ശൂർ? അതെ, കരുവന്നൂർ ബാങ്ക് BJPക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം അതിന്റെ ഒരു പ്രക്ഷോഭത്തിന്റെ മുഖ്യധാരയിലേക്ക് വന്നത് സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിലാണ്. കാരണം ഈ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് അതിൽ നമുക്കറിയാം ഒരുപാട് ആത്മഹത്യ അടക്കം നടന്നൊരു സന്ദർഭങ്ങളുണ്ട്, സാഹചര്യമുണ്ട്. ആയിരക്കണക്കിന് നിക്ഷേപകരുടെ പണം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. അവിടെ രക്ഷകനെ പോലെ അവതരിച്ചത് സുരേഷ് ഗോപിയാണ്. അത് അംഗീകരിക്കുന്നു. നേരത്തെ പറഞ്ഞല്ലോ 1.5 കൊല്ലം മുൻപ് മത്സരത്തിനില്ല എന്ന് TN പ്രതാപൻ പറയുന്നു. അതും സുരേഷ് ഗോപിക്ക് ഗുണകരമായിട്ടുണ്ട്. അദ്ദേഹമായിരിക്കും, അല്ലെങ്കിൽ ഒരാൾ മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്ലാറ്റ്ഫോം, അതും സുരേഷ് ഗോപിക്ക് ഗുണകരമായിട്ടുണ്ടെന്ന് BJP കരുതുന്നുണ്ട്, ഇല്ലേ? തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സുരേഷ് ഗോപി അവിടെ വരുന്നു 2016 വന്നു, അദ്ദേഹം പരാജയപ്പെട്ട് പിറ്റത്തെ ദിവസം മുതൽ തന്നെ അദ്ദേഹം അടുത്ത പാർലമെന്റ് ഇലക്ഷന് വേണ്ടിയുള്ള പ്രവർത്തനം ആരംഭിച്ച വ്യക്തിത്വമാണ്. നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം കോഫി വിത്ത് SG അല്ലെങ്കിൽ അവിടുത്തെ ജനകീയ വിഷയങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതേസമയത്ത് ഈ പാർലമെന്റ് മണ്ഡലത്തിൽ TN പ്രതാപനെ ആരും കാണുന്നില്ല. അടുത്ത പോയിന്റ്, അതായത് മണലൂരിലും ഗുരുവായൂരിലുമായി ഒതുങ്ങി TN പ്രതാപന്റെ പ്രവർത്തനം, അങ്ങനെയും BJP കരുതുന്നുണ്ട്. അത് ഇപ്പൊ പറഞ്ഞതാണല്ലോ, പാർലമെന്റ് മണ്ഡലത്തിൽ കണ്ടില്ല അദ്ദേഹത്തിന്റെ പ്രവർത്തനം, ആ ഭാഗങ്ങൾ ഉണ്ടായിരുന്നില്ല. പോലും ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം സംശയമാണ്. പ്രതാപന്റെ പ്രവർത്തനം നോക്കുന്ന സമയത്ത് അദ്ദേഹം മണലൂരിലും ഗുരുവായൂരിലും പോയി ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം നമ്മൾക്കറിയാം എത്രത്തോളം അതിൽ പോലും സത്യമില്ല. അതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത. അദ്ദേഹം പാർലമെന്റിനകത്ത് പോലും ഗൗരവപരമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സസ്പെൻഷൻ കിട്ടിയ MPമാരിൽ ഒരാളാണ് പ്രതാപൻ. അപ്പൊ സ്വാഭാവികമായിട്ട് പ്രതാപനെ സംബന്ധിച്ചും അദ്ദേഹം കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്ന് പറയുന്നത് കേരള നിയമസഭയാണ്. അപ്പൊ പാർലമെന്റിനകത്ത് അദ്ദേഹം ഈ പ്രവർത്തനം മോശമാക്കുകയും അതോടൊപ്പം തന്നെ ഈ പാർലമെന്റിൽ നിന്ന് മാറുന്നതിന് പിന്നെ അതിന് കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. കാരണം പാർലമെന്റിനകത്ത് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് പ്രതാപൻ ഒന്നും ചെയ്യാനില്ല എന്നുള്ള കാര്യം പ്രതാപൻ അറിയാം. അവിടെ അദ്ദേഹത്തിന് നിയമസഭാ മണ്ഡലം, അദ്ദേഹം മത്സരിച്ച് MLA ആയിരുന്ന ഒരാളായിരുന്നല്ലോ, പ്രത്യേകമായിട്ടൊരു ജനകീയ പരിവേഷം നൽകിക്കൊണ്ട് സ്വയം ഒരു വലിയ ജനകീയനാണെന്ന് നടിച്ചു ഒരു MLA ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മറ്റൊരു ലക്ഷ്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ ലക്ഷ്യം ഇവിടെ പരാജയപ്പെടാനുള്ള സാഹചര്യമാണുള്ളത്. കാരണം ഇവിടെ ഒരു കാര്യം കൂടെ
പ്രിന്റു, BJP വോട്ടുകൾ അധികമായിട്ട് ചേർത്തു എന്നുള്ളൊരു ആരോപണം ഉണ്ടായിരുന്നു. അതങ്ങനെയല്ല, അത് പുതിയ വോട്ടുകളാണ്, അല്ലെങ്കിൽ കണക്കിൽപ്പെടാതെ മാറി നിന്ന വോട്ടുകളാണ് എന്നാണ് BJP പറഞ്ഞത് ആ സമയത്ത്. ആ വിവാദത്തിലേക്കല്ല ഞാൻ കിടക്കുന്നത്. അങ്ങനെ പുതിയ വോട്ടുകൾ കൃത്യമായി ഒരു സംഘടനാ സംവിധാനത്തിൽ ഇതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു ആത്മവിശ്വാസവും BJPക്ക് ഉണ്ട് ഈ തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട്. അല്ല, തീർച്ചയായും ഞങ്ങളുടെ സംഘടനാ സംവിധാനം അനുസരിച്ച് ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഈ 1275 ബൂത്തുകളാണ് തൃശ്ശൂർ പാർലമെന്റിനകത്തുള്ളത്. അതിനകത്ത് 677 ബൂത്തിനകത്തും ഒന്നാം സ്ഥാനത്ത് വന്നത് BJP ആണ്. അതിന് മുമ്പത്തെ വർഷം ഞങ്ങൾ 332 സ്ഥലങ്ങൾ. ഞാൻ തിരികെ എത്താം പ്രിന്റു. ഞാൻ അത് ചോദിക്കാൻ 4 പോയിന്റ്. ഈ പുറത്തു വന്ന റിപ്പോർട്ട്, ഇങ്ങനെ ഒരു റിപ്പോർട്ടിലെ പരാമർശങ്ങളില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ടേ ഇല്ല എന്ന് പറയുന്നിടത്ത് ആദ്യത്തെ ഒരു 4 വിഷയമാണ്. അത് കരുവന്നൂർ ബാങ്ക് വിഷയത്തിൽ സുരേഷ് ഗോപി നടത്തിയ ഇടപെടലുകൾ, അത് പാർട്ടിക്ക് BJPക്ക് ഉണ്ടാക്കിയ അവസരം. 1.5 കൊല്ലം മുൻപ് മത്സരത്തിനില്ല എന്ന് ഞാൻ ശ്രീകുമാർ മനലിനോടാണ് ചോദിക്കുന്നത്. 1.5 വർഷം മുൻപ് മത്സരത്തിനില്ല എന്ന് സിറ്റിംഗ് MP പറയാ. സ്വാഭാവികമായിട്ടും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സുരേഷ് ഗോപി, അത് അദ്ദേഹത്തിന് ഗുണകരമാവുന്നു. പാർലമെന്റ് മണ്ഡലത്തിലില്ല, വളരെ കുറച്ച് മണലൂരിലും ഗുരുവായൂരിലുമായി ഒതുങ്ങിയെന്ന് പറയും. BJP പറയുന്നത് അവിടെയും ഉണ്ടായിരുന്നില്ല ശ്രീ TN പ്രതാപന്. BJP വോട്ടുകൾ അധികമായി ചേർത്തത് കണ്ടെത്താനോ അത് നീക്കം ചെയ്യാനോ ഉള്ള ഒരു നടപടിയും സംഘടനാ സംവിധാനത്തിൽ ഉണ്ടായില്ല കോൺഗ്രസ്. ഇതൊക്കെ ഈ പുറത്തു വന്ന പറയപ്പെടുന്ന റിപ്പോർട്ടിനകത്തുണ്ട്. ഇതൊക്കെ BJP വിജയ ഘടകമായിട്ട് അവിടെ പറയുന്നതാണ്. ഒരു ട്രമൻഡസ് വിക്ടറി സുരേഷ് ഗോപി ഉണ്ടാക്കിയപ്പോൾ അതിന് എന്തെല്ലാം കാരണങ്ങളെന്ന് BJP അക്കമിട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അതുണ്ടെന്ന് കൂടിയാണല്ലോ പ്രിന്റ് പറയുന്നത്. അതായത് ദാറ്റ് ഈസ് ഫാക്ട്. ഇതും ഇല്ല, അതുമില്ല. പിന്നെ ഈ അനിലക്കര, TN പ്രതാപൻ മുതലായ നേതാക്കന്മാരുടെ പേരുള്ള പരാമർശങ്ങളുമില്ല എന്ന് പറഞ്ഞാൽ അരി ആഹാരം കഴിക്കുന്നവർ എന്താണ് വിശ്വസിക്കുക? അല്ല, ഈ അപർണ, ഞാൻ പറയുന്നത് കേൾക്കാന്ന് വിചാരിക്കുന്നു. കേൾക്കാം പറഞ്ഞോളൂ. എക്കോ വരുന്നുണ്ട്. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കെ മുരളീധരൻ തൃശ്ശൂര് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് കെ മുരളീധരൻ തൃശ്ശൂർ ഒരു ആപ്റ്റായിട്ടുള്ള സ്ഥാനാർത്ഥി ആയിരുന്നില്ല എന്നുള്ളതാണ്. കാരണം നേരത്തെ അതിനകത്തൊരു സൂചന എനിക്ക് തോന്നുന്നു BJPയുടെ പ്രതിനിധിയാണെന്ന് തോന്നുന്നു. അദ്ദേഹം കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞു, തൃശ്ശൂരിൽ കെ കരുണാകരൻ്റെ കുടുംബക്കാർ നിന്നാൽ വിജയിക്കില്ല. അത് 90കളിൽ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായ കാലത്ത് അവിടെ ഉണ്ടായ ചില രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് കരുണാകരൻ കുടുംബത്തോട് അവിടെയുള്ള തൃശ്ശൂരിലുള്ള കോൺഗ്രസ് പ്രവർത്തകർക്കും കോൺഗ്രസ് നേതാക്കൾക്കും വിവിധ ജനവിഭാഗങ്ങൾക്കും വലിയ എതിർപ്പുണ്ട്. ആ എതിർപ്പിൻ്റെ ഭാഗമായിട്ടാണ് കരുണാകരൻ തോറ്റതും മുരളീധരൻ തോറ്റതും 2 തവണ പത്മജി തോറ്റതുമെല്ലാം. അടിസ്ഥാനപരമായിട്ട് കെ മുരളീധരൻ എന്ന് പറയുന്നത് തൃശ്ശൂർ ഒരിക്കലും ആപ്റ്റായ സ്ഥാനാർത്ഥിയായിരുന്നില്ല. അദ്ദേഹം വടകരയിൽ നിന്ന് മത്സരിക്കാൻ, എനിക്ക് വടകര വിടാൻ താല്പര്യമില്ല, തൃശ്ശൂർ ഞാൻ മത്സരിക്കുന്നില്ല എന്ന് നിർബന്ധമായി പറഞ്ഞെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തെ വടകരയിൽ നിന്ന് തൃശ്ശൂർക്ക് മാറ്റില്ലായിരുന്നു. പക്ഷേ അദ്ദേഹം വേറെ എന്തോ സംഭവങ്ങൾ മനസ്സിൽ കണ്ട് ഒരു രാഷ്ട്രീയ എന്താ പറയുക, ഒരു ഗാംബ്ലിങ്ങിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഈ നേമത്ത് പോയി മത്സരിച്ചല്ലോ MP ആയിരിക്കുന്ന സമയത്ത്. അതേ ഒരു കളി തൃശ്ശൂരും അദ്ദേഹം കളിച്ചു നോക്കിയതാണ്. കാരണം BJPക്കെതിരെ മത്സരിക്കാൻ കേരളത്തിൽ താൻ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലൊരു രാഷ്ട്രീയ നീക്കം അദ്ദേഹം നടത്തിയതാണ്. പക്ഷേ അതൊരു അബദ്ധമായി പോയിന്ന് പിന്നീട് അദ്ദേഹത്തിന് തോന്നിക്കാണണം. കാരണം വടകര ഈ പറഞ്ഞ വളരെ സേഫായിട്ടുള്ള സീറ്റായിരുന്നു അദ്ദേഹത്തിന്. തൃശ്ശൂർ അദ്ദേഹം പറഞ്ഞ യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ കാര്യം, തൃശ്ശൂരിൽ വർഷങ്ങളായിട്ട്, എനിക്ക് തോന്നുന്നത് ഒരു 10 വർഷത്തിലധികമായിട്ട് തൃശ്ശൂർ കോൺഗ്രസിൻ്റെ സംഘടന സംവിധാനം സമ്പൂർണ്ണമായ തകർച്ചയിലായിരുന്നു. തൃശ്ശൂരിൽ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തെ പുഷ്ടിപ്പെടുത്താൻ പറ്റിയ ഒരു നേതൃത്വത്തെയും DCCയിൽ വയ്ക്കാൻ KPCCയോ അല്ലെങ്കിൽ അന്നത്തെ മാറി പറയുന്ന സംസ്ഥാന നേതൃത്വം ഒരിക്കലും തയ്യാറായിട്ടില്ല. കോൺഗ്രസിൻ്റെ ഉറച്ച കോട്ടകളായിരുന്ന മണ്ഡലങ്ങളെല്ലാം തന്നെ CPMലേക്ക് ഇടതുപക്ഷത്തേക്ക് പോയിട്ട് പോലും അതിനെക്കുറിച്ച് തിരിച്ചറിയാനോ കാര്യങ്ങൾ മനസ്സിലാക്കി കൊള്ളാവുന്ന ആളുകളെ അതിൻ്റെതായ രീതി പ്രതിഷ്ഠിക്കാനോ ഒന്നും മാറി വരുന്ന KPCC അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം തയ്യാറായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഈ 2 വിഷയങ്ങളാണ് അവിടെ ഉള്ളത്. കെ മുരളീധരനെ എതിരെ ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ കരുണാകരൻ കുടുംബത്തിനെതിരെ ജനങ്ങൾക്കിടയിലുള്ള വികാരം മനസ്സിലാക്കി. അതെ. ഈ 1.5 കൊല്ലം മുൻപ് മത്സരിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുൻ MP അതിനുശേഷം നടത്തിയ നാടകങ്ങൾ, പോസ്റ്റർ ഒട്ടിക്കൽ മുതലായിട്ടുള്ള കെട്ടിപ്പിടിക്കൽ, ഉമ്മയടക്കം ഈ ചാനലുകളെല്ലാം ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തൊരു സാധനമുണ്ട്. ആ വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കുകയാണ്. അദ്ദേഹം KPCC വൈസ് പ്രസിഡന്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. അതായത് അവിടെയുള്ള നേതാക്കന്മാർക്ക് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല. ഇങ്ങനെയാണ് സംഘടനാ സംവിധാനം താറുമാറായി കിടക്കുന്നതെങ്കിൽ അത് കൃത്യമായി ധരിപ്പിക്കുക പോലും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളിടത്ത് കെ മുരളീധരന്റെ മാത്രം കുറ്റമായി മാറുമോ? എന്താ പറഞ്ഞ ഇതൊക്കെ കെ മുരളീധരൻ അറിയാത്ത കാര്യമാണോ?
കെ മുരളീധരനെ പോലൊരു നേതാവിന് ഇതെല്ലാം അറിയാത്ത കാര്യമാണ്. എനിക്കറിയാം, പിന്നെ കെ മുരളീധരൻ അറിയാൻ പറ്റില്ലേ? കാരണം ഏത് വ്യക്തിക്കും ഇത് മനസ്സിലാവും. തൃശ്ശൂർ കോൺഗ്രസ് പാർട്ടി നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് സംസ്ഥാനത്തെ എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും അറിയാം. അതുപോലെ കെ മുരളീധരന് വളരെ കൃത്യമായിട്ട് അറിയാം. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടല്ല അദ്ദേഹത്തിനകത്ത് വന്ന് ചാടി. ഞാൻ 2 ദിവസം അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിൽ അവിടെ പോയതാണ്, വീക്ഷിക്കാൻ വേണ്ടി. എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് നമ്മൾ റിപ്പോർട്ടിങ്ങിന് വേണ്ടി പോയതാണ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ കണ്ടെന്ന് വെച്ചാൽ കെ മുരളീധരനും അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന മറ്റ് കോൺഗ്രസ് നേതാക്കളും ആയിട്ടോ അല്ലെങ്കിൽ അണികളായിട്ടോ അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊരു ബന്ധമൊന്നുമില്ല. അദ്ദേഹം ഒരു വഴിക്ക് പോകുന്നു, പതിയെ ഈ പുറകെ പോകാൻ നിയുക്തരായ ആൾക്കാർ അല്ലെങ്കിൽ ചുമതല ആൾക്കാർ ഒരു 1/2 കിലോമീറ്റർ മാറി പതിയെ അദ്ദേഹത്തിൻ്റെ കൂടെ പോകുന്നു. അദ്ദേഹം അവർ തമ്മിലൊരു ഒരു കോൺവെർസേഷനോ ഒരു ആശയവിനിമയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാണ് നമ്മുടെ സ്ഥാനാർത്ഥിയെ ഒന്ന് സഹായിക്കണമെന്ന് കൊടുക്കുന്നവൻ പറയുന്നത് ഒന്നും ചെയ്യുന്നില്ല. ഇതൊരു യാന്ത്രികമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ അവരെല്ലാവരും ആശയം പങ്കുവച്ചപ്പോൾ ഇത് അദ്ദേഹം ഇവിടെ ജയിച്ചു കാരണം വലിയ ബുദ്ധിമുട്ടാണെന്ന് ആ സമയത്ത് തന്നെ ഇവരുള്ള എല്ലാവരും പറഞ്ഞിരുന്നു. പിന്നെ ഈ പറഞ്ഞ ടി എൻ പ്രതാപൻ്റെ രാഷ്ട്രീയമുണ്ട്. കാരണം ടി എൻ പ്രതാപൻ ഉദ്ദേശിക്കുന്നത് പാർലമെൻറ്റിലേക്ക് പോയിട്ട് കാര്യമില്ല, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണലൂരോ അല്ലെങ്കിൽ വേറെ എവിടെ നിന്ന് മത്സരിച്ച് അദ്ദേഹത്തിന് മന്ത്രിയാകണം. അപ്പോൾ എന്ത് ചെയ്യും? അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല, അദ്ദേഹത്തിന് സേഫായിട്ട് നോക്കി. മറ്റുള്ള നേതാക്കന്മാർക്ക് ആർക്കും ഇപ്പോൾ കെ മുരളീധരനെ തൃശ്ശൂരിൽ നിന്ന് ജയിപ്പിച്ചു വിട്ടിട്ട്, കാരണം കെ മുരളീധരൻ തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹമായിരിക്കും ആ പാർട്ടിയിൽ അവസാനമാക്കുക. കാരണം മുരളീധരൻ്റെ അടിസ്ഥാന സ്വഭാവമായിട്ട് അദ്ദേഹം വളരെ കരുത്തനായ മനുഷ്യനാണ്, നല്ല സംഘടനാ ശേഷിയുള്ള ആളാണ്. അപ്പോൾ തൃശ്ശൂർ കെ മുരളീധരൻ നിന്ന് ജയിച്ചു എന്ന് വെച്ചോ, ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂരെ പാർട്ടി മുരളീധരൻ്റെ കയ്യിലാണ്. അപ്പോൾ തൃശ്ശൂരിൻ്റെ പാർട്ടി മുരളീധരൻ്റെ കയ്യിലാകുമ്പോൾ പിന്നെ അതുമായിട്ട് ഒത്തുചേരാൻ പോകാൻ അല്ലെങ്കിൽ അതിനോട് എതിർപ്പുള്ളവർ ധാരാളം പേര് അവിടെ കാണും. വലിയ നേതാക്കൾ തന്നെയുണ്ട്, വളരെ പ്രഗത്ഭരായ നേതാക്കൾ, വളരെ പരിചയസമ്പന്ന നേതാക്കാരെല്ലാവരും കെ മുരളീധരൻ്റെ കയ്യിലേക്ക് കോൺഗ്രസ് പാർട്ടി തൃശ്ശൂർ പോകാൻ ആഗ്രഹിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അവരെല്ലാവരും പതിയെ മാറിയുന്നു. പിന്നെ അടിസ്ഥാനപരമായിട്ട് കോൺഗ്രസ് വോട്ടുകൾ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യപ്പെട്ടിരുന്നു അവിടെ. കാരണം വെച്ചാൽ സുരേഷ് ഗോപി വിജയിക്കാൻ ലക്ഷ്യമിട്ടത് കോൺഗ്രസ് വോട്ടുകളെ തന്നെയായിരുന്നു, അത് ഇടതുപക്ഷ വോട്ടുകളല്ല. കാരണം തൃശ്ശൂർ ഇടത് വോട്ടുകൾ CPM വോട്ടുകൾ എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നിന്ന് പോകുന്നുള്ളല്ലാതെ ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ എപ്പോഴും കോൺഗ്രസിന് കൃത്യമായ വോട്ടുകൾ അവിടെ ഉണ്ട്, തൃശ്ശൂരുണ്ട്, അത് എപ്പോഴും ഉണ്ട്. പക്ഷേ അത് നിയമസഭയിലേക്ക് വരുമ്പോൾ CPM-ൻ്റെ ഇടതുപക്ഷത്തിന് പോകുന്നത് കോൺഗ്രസ്സുകാരെ കയ്യിലിരിപ്പുകൊണ്ട് മാത്രമാണ്. പക്ഷേ ലോക്സഭയിലേക്ക് കൃത്യമായിട്ട് വോട്ട് പോൾ ചെയ്യാൻ പറ്റും. ഇത് മനസ്സിലായിക്കൊണ്ട് സുരേഷ് ഗോപി കഴിഞ്ഞ 5 വർഷമായിട്ട് 2019 മുതൽ വളരെ കൃത്യമായിട്ട് സുരേഷ് ഗോപിയും RSSും മറ്റു നേതൃത്വങ്ങളൊക്കെ അതിൻ്റെ RSS ഇടപെടലൊക്കെ നിങ്ങൾ അന്വേഷിച്ചറിയാം, ഒക്കെ കൃത്യമായ കാര്യങ്ങൾ കരുക്കൾ നീക്കി കോൺഗ്രസ് വോട്ടുകളെ, പരമ്പരാഗത കോൺഗ്രസ് വോട്ടുകളെ, പ്രത്യേകിച്ച് ക്രൈസ്തവ നായർ വോട്ടുകളെ സുരേഷ് ഗോപി കൃത്യമായിട്ട് കൊണ്ടുചെല്ലാനും അതോടൊപ്പം മറ്റ് സമുദായങ്ങളിലെ വോട്ടുകളെ, ഹിന്ദു മതത്തിലെ മറ്റ് സമുദായങ്ങളിലെ വോട്ടുകളെ ബ്ലോക്കായിട്ട് സുരേഷ് ഗോപിക്ക് വേണ്ടി തിരിക്കാനും കൃത്യമായ ആസൂത്രണം അവിടെ നടന്നു. ഇതെല്ലാം മുരളീധരൻ അറിയാം, കോൺഗ്രസ് നേതാക്കൾക്കും അറിയാം. ഗ്യാംബ്ലിംഗ് എന്താണ്? പാലക്കാടും അതുണ്ടായില്ല, പിന്നെ ആ ഗ്യാംബ്ലിംഗ് എന്താണ്? വട്ടിയൂർക്കാവോ? അല്ല, കെ മുരളീധരൻ നടത്തിയ ഗ്യാംബ്ലിംഗ് ഞാൻ പറഞ്ഞു. കെ മുരളീധരൻ നടത്തിയ ഒരു പൊളിറ്റിക്കൽ ഗ്യാംബ്ലിംഗ് ആയിരുന്നു അത്. എന്തുകൊണ്ടാണ് അദ്ദേഹം നേമത്ത് മത്സരിച്ചത്? അദ്ദേഹം വടകര MP ആയിരിക്കുമ്പോഴല്ലേ നേമത്ത് പോയി മത്സരിച്ചത്? എന്തുകൊണ്ടാണ് നേമത്ത് മത്സരിച്ചത്? കാരണം BJP അവിടെ പരാജയപ്പെടുത്തിയത് എൻ്റെ സാന്നിധ്യമായിരുന്നു എന്ന് കേരളീയരെ ബോധ്യപ്പെടുത്താൻ. അതുപോലെ സുരേഷ് ഗോപിയുടെ പരാജയപ്പെടുകയാണെങ്കിൽ അത് എൻ്റെ സാന്നിധ്യം മൂലമായിരുന്നു എന്ന് കേരളത്തിലെ ജനങ്ങളെ വിശ്വസിപ്പിക്കാനും അതുവഴി ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ നേടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഒരു ആപ്റ്റ് കാൻഡിഡേറ്റായി മാറാനുമാണ് അദ്ദേഹം. സുരേഷ് ഗോപി 5 വർഷം കൊണ്ടുണ്ടാക്കിയ ഒരു റൂട്ട് തിരിച്ചറിയാൻ കഴിയാത്ത ആളാണോ കെ മുരളീധരൻ? അങ്ങനെയാണെങ്കിൽ അത് കോൺഗ്രസ് നേതാക്കന്മാർ അത് ധരിപ്പിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ അറിയുന്നല്ലേ പറഞ്ഞത്. അപ്പോൾ സുരേഷ് ഗോപിയെ അങ്ങനെ അങ്ങ് തോൽപ്പിച്ച് കളയാമെന്ന് കെ മുരളീധരൻ കരുതി അദ്ദേഹം ഒരു ഗ്യാംബ്ലിംഗിന് ഇറങ്ങി എന്നാണോ? അതെ 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 അത് തന്നെ. കാരണം വെച്ചാൽ സുരേഷ് ഗോപി ഇതൊക്കെ പറഞ്ഞാലും ഈ ഇവരുദ്ദേശിച്ച പോലെ ക്രൈസ്തവ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് പോകുന്നു, അത്ര കൃത്യമായിട്ട് പോകുന്നു കോൺഗ്രസ് വൃത്തങ്ങൾ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് പക്ഷേ ഇവരുദ്ദേശിച്ചാൽ കൂടുതൽ ക്രൈസ്തവ വോട്ടുകൾ BJP പക്ഷത്തേക്ക് പോയി. ക്രൈസ്തവ വോട്ടുകൾ പോയില്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ സുരേഷ് ഗോപി അല്പം ബുദ്ധിമുട്ടിലായി പോയേനെ അവിടെ. അപ്പോൾ അതുകൊണ്ട് സുരേഷ് ഗോപി 2ാമത് വരികയും സുനിൽകുമാർ 1ാമത് വരികയും ചെയ്താൽ പോലും കെ മുരളീധരൻ അവിടെ പൊളിറ്റിക്കൽ വിജയമായിരുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കണം. നേമത്ത് സംഭവിച്ചത് അത് തന്നെയാണ്. അതുപോലെ തന്നെ ഈ സുരേഷ് കുമാർ 1ാം സ്ഥാനത്തും സുരേഷ് ഗോപി 2ാം സ്ഥാനത്തും കെ മുരളീധരൻ 3ാം സ്ഥാനത്ത് വന്നാലും കെ മുരളീധരൻ അവിടെ വിജയിച്ചു. പക്ഷെ അവിടെ പറ്റിപ്പോയെന്ന് സുരേഷ് ഗോപി വിജയിക്കുകയും കെ മുരളീധരൻ 3ാം സ്ഥാനത്ത് പോവുകയും ഡ്രാസ്റ്റിക് ആയിട്ട് ഇടതുപക്ഷത്തു നിന്ന് കോൺഗ്രസിൽ നിന്നുള്ളൊരു വലിയൊരു വോട്ടും ഇടതുപക്ഷത്തു നിന്ന് തിരക്കേടില്ലാത്ത വോട്ടുകളും ഈ സുരേഷ് ഗോപി കിട്ടുകയും ചെയ്തപ്പോഴാണ് ഈ പരിപാടി പൊളിഞ്ഞു പോയത്. അവിടെ ഇവിടെ യഥാർത്ഥം സംഭവിച്ചത് തൃശ്ശൂർ വിജയിച്ച് കയറുക അത്ര എളുപ്പമല്ലെന്ന് കെ മുരളീധരൻ അറിയായിരുന്നു, മറ്റ് കോൺഗ്രസ് നേതാക്കൾക്ക് അറിയായിരുന്നു. അത് രമേശ് ചെന്നിത്തല അദ്ദേഹത്തോട് ആദ്യമേ പറഞ്ഞാണ് നിങ്ങൾ വടകര വിട്ട് പോരുന്നത് അബദ്ധമാണെന്നുള്ളത്. കാരണം വെച്ചാൽ ഇത്രയും മികച്ചൊരു ഇത്രയും ഗ്രൗണ്ട് വർക്ക് ചെയ്ത് മാത്രമല്ല വടകര പൊളിറ്റിക്കൽ മണ്ഡലം കൂടിയാണ്. ഈ തൃശ്ശൂർ പോലെ അത്ര ഒരു അല്ലെങ്കിൽ
തെക്കൻ കേരളം പോലെ മധ്യ കേരളം പോലെ വർഗീയമായിട്ട് ചിന്തിച്ച് വോട്ട് വരുന്ന മണ്ഡലമല്ല. അടിസ്ഥാനമായിട്ട് മറ്റേ കണ്ണൂർ വടകരയൊക്കെ ഒരു പൊളിറ്റിക്കൽ വോട്ട് ചെയ്യുന്ന മണ്ഡലം. പൊളിറ്റിക്കൽ വോട്ട് ചെയ്യുമ്പോഴത്തേക്ക് കെ മുരളീധരൻ അവിടെ വളരെ സമ്പന്നനായ നേതാവായിരുന്നു. ഇന്ന് നാളെ അദ്ദേഹം കോഴിക്കോട് നിന്ന് അദ്ദേഹം ജയിക്കും. കോഴിക്കോടും വടകരയൊക്കെ കെ മുരളീധരൻ കൃത്യമായ രാഷ്ട്രീയ സ്വാധീനമുള്ള മണ്ഡലങ്ങൾ തന്നെ. പക്ഷേ തൃശ്ശൂർ അദ്ദേഹത്തിന് രാഷ്ട്രീയ സ്വാധീനം ഇല്ലെന്ന് എല്ലാവർക്കും അറിയായിരുന്നു. അദ്ദേഹത്തിന് അറിയായിരുന്നു, കോൺഗ്രസ് നേതൃത്വത്തിന് അറിയായിരുന്നു, BJPക്ക് അറിയായിരുന്നു, എല്ലാവർക്കും അറിയായിരുന്നു. ഈ BJP നേതാവ് പറഞ്ഞു, സത്യം പറഞ്ഞാൽ അത് വളരെ രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു വടകര വിട്ടുപോകരുത് എന്ന് കെ മുരളീധരനോട്. എന്നിട്ടും വടകര പോലെയുള്ള ഒരു ഷുവർ സ്ഥലം കളഞ്ഞുകൊണ്ട് കെ മുരളീധരൻ തൃശ്ശൂർ വരുമെങ്കിൽ താങ്കൾ പറഞ്ഞ പോലെ ഒരു ഗാംബ്ലിംഗ് കളിക്കണമെങ്കിൽ ആ ഓഫർ ആരുടെ ഭാഗത്തു നിന്നാണ്? ചെന്നിത്തല ഇതാണ് പറഞ്ഞത്. ഇനി മറുവശമാണോ കുഴിയിൽ ചാടിച്ചത് കെ മുരളീധരനെ? അല്ല, അദ്ദേഹത്തിന് വളരെ നിങ്ങൾ ഈ രാഷ്ട്രീയം നമ്മൾ 2-4 രാഷ്ട്രീയത്തിൽ ഒരു കെ മുരളീധരൻ മനസ്സിൽ വിചാരിച്ചൊരു പൊളിറ്റിക്കൽ സംഭവം. ഞാൻ നിങ്ങൾ ആദ്യം പറയും, എന്തുകൊണ്ടാണ് അദ്ദേഹം നിയമത്ത് മത്സരിച്ചതെന്ന് നിങ്ങൾ വിചാരിക്കും. എന്തിനാണ് അദ്ദേഹത്തിന് നിയമത്ത് മത്സരിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? കാരണം കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിലേക്കാണ് TN പ്രതാപൻ, അനിലൊക്കെ അവിടെ ഇരിക്കട്ടെ. കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം എവിടെയായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കെ മുരളീധരൻ എന്ന പേര് പ്ലേസ് ചെയ്യുക എന്നുള്ളൊരു വിഷയമുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ 2-ലേറെ ആൾക്കാർ ഇപ്പൊ തന്നെ ഉണ്ട് UDF-ൽ. അപ്പോൾ എവിടെയായിരിക്കും പ്ലേസ് ചെയ്യുക എന്നൊരു വിഷയമുണ്ട്. അതിന്റെ ഉത്തരമാണോ ഈ നടന്നത്? അതിന്റെ ഒരു പ്രീ പ്ലാനിങ് ആണോ ഇവിടെ നടന്നത്? അങ്ങനെയാണോ പറയുന്നത്? അതും വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ഓക്കെ, അതും വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഞാൻ തിരികെ എത്താം. ശരി, ശ്രീകുമാർ മനയിൽ ഞാൻ തിരികെ ഒരു ചെറിയ ഇടവേള അത്യാവശ്യമായതുകൊണ്ട് ഞാൻ ഷിറാസിലേക്ക് കൂടെ വരാം. ഞാൻ തിരികെ ഒരു ചെറിയ ഇടവേള. കോൺഗ്രസിൽ സംസ്ഥാന നേതൃത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു തൃശ്ശൂരിലെ കെ മുരളീധരന്റെ തോൽവി. ഇപ്പോഴും ഷിറാസ് ഖാൻ, കെ മുരളീധരൻ കോൺഗ്രസിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ കഴിയുന്ന ഒരാൾ കൂടിയാണ് കെ മുരളീധരൻ. ക്രൗഡ് പുള്ളറായിട്ടുള്ള ഒരു നേതാവ്. ഈ പോലെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഒക്കെ നടത്തുമ്പോൾ അതിന് ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ കെ മുരളീധരനെ ഈ രീതിയിലുള്ള ഒരു ഗാംബ്ലിങ്ങിന് വിട്ടുകൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് സംസ്ഥാന നേതൃത്വത്തിലേക്ക് വരാൻ കഴിയുന്ന ഒരു വഴി അവിടെ മുടക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി അതിൻ്റെ പിറകിലുണ്ടെങ്കിൽ, ഈ പണി വന്നിരിക്കുന്നത് ജില്ലാ നേതൃത്വത്തിൽ നിന്നല്ല, അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് കൂടിയാണ് എന്നല്ലേ സാമാന്യ ബോധമുള്ളവർ ചിന്തിക്കുക? കോൺഗ്രസ് പാർട്ടിയിൽ കുറേ കാലങ്ങളായി സംഘടനാ പ്രവർത്തനങ്ങളില്ല, കരുനീക്കങ്ങൾ മാത്രമാണ് നടക്കുന്നത്. കേരള സൊസൈറ്റിയിൽ സംഭവിച്ചിരിക്കുന്ന പൊളിറ്റിക്കൽ മെറ്റമോർഫോസിസം അത് മനസ്സിലാക്കുവാൻ, തിരിച്ചറിയുവാൻ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് കഴിയുന്നില്ല. അതിവേഗം കേരളത്തിലെ രാഷ്ട്രീയ സമൂഹത്തിന് രൂപമാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ടുള്ളൊരു വിഭാഗം ഉണ്ടായിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ടുള്ളൊരു വിഭാഗത്തിൻ്റെ വോട്ട് അത് കോൺഗ്രസ്സിന് കിട്ടാൻ പറ്റാത്തൊരു സാഹചര്യം വന്നത് കോൺഗ്രസ്സിനോടുള്ള വിയോജിപ്പാണ്, കോൺഗ്രസിൻ്റെ രീതികളിലോടുള്ള വിയോജിപ്പാണ്, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലോടുള്ള വിയോജിപ്പാണ്. ആ വിയോജിപ്പാണ് അവിടെ ബി ജെ പി എന്ന് പറയുമ്പോഴത്തേനും അവിടെ സുരേഷ് ഗോപിക്കുണ്ടായൊരു സ്പേസ്. അവിടെ BJPയെ പൊളിറ്റിക്കലായിട്ട് അവിടുത്തെ ജനങ്ങൾ അംഗീകരിച്ചോ എന്നുള്ളത് വേറെ വിഷയമാണ്. അവിടെ സുരേഷ് ഗോപി അവിടെ ഉണ്ടാക്കിയെടുത്ത ഒരു മിഥ്യാധാരണ, അതിപ്പോൾ മിഥ്യാധാരണയാണ് എന്ന് അവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് ചില ഭരണപക്ഷത്തു നിന്ന് ചില സഹായങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവാം. പക്ഷേ അതൊക്കെ തിരിച്ചറിയുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് താഴെത്തട്ടിലുള്ള ബന്ധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, വാതിൽ തുറക്കുമ്പോൾ കാണുന്ന സ്ഥിരം മുഖങ്ങൾ മാത്രമാണ് ഇന്ന് നേതൃത്വത്തിന് കോൺഗ്രസ് പാർട്ടി. അത് കാറിൻ്റെ ഡോറ് തുറന്നാൽ, അല്ലെങ്കിൽ വീടിൻ്റെ വാതിൽ തുറന്നാൽ, ഓഫീസിൻ്റെ വാതിൽ തുറന്നാൽ സ്ഥിരം കാണുന്ന മുഖങ്ങൾ, അതാണ് പാർട്ടി എന്ന തെറ്റിദ്ധാരണയിൽ ഈ പാർട്ടിയെ നയിക്കുവാനും ഈ പാർട്ടിയിൽ നേതാവാനും നടന്നാൽ ഈ പാർട്ടി വലിയ പരാജയത്തിലേക്ക് പോകും. പാർട്ടി അടിമുടി മാറിയേ പറ്റൂ. കോൺഗ്രസ് പാർട്ടി കേരള സമൂഹത്തിൽ വന്നിരിക്കുന്ന മാറ്റം തിരിച്ചറിയാൻ പറ്റണം. കോൺഗ്രസിൻ്റെ പൊളിറ്റിക്കൽ സ്പേസ് കണ്ടെത്താൻ പറ്റണം. പുതിയ രാഷ്ട്രീയ എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നത് ചിലരുടെ ജന്മാവകാശമായി കാണാൻ കഴിയുമോ? നമുക്ക് 2-3 തവണ മത്സരിച്ചവർ മാറി നിൽക്കട്ടെ. അവർ മത്സരിച്ച് സ്ഥാനത്ത് ഇരിക്കുമ്പോൾ പുതിയ ആൾക്കാരെ ആ രംഗത്തേക്ക് കൊണ്ടുവരണം. സംഘടനാ രംഗത്ത് ഞങ്ങൾ പറയുമ്പോൾ കേൾക്കുന്ന ആജ്ഞാനുവർത്തികളെയല്ല വെക്കേണ്ടത്. സംഘടനാ രംഗത്ത് ക്രിയേറ്റിവിറ്റി ഉള്ളവർ കടന്നു വരണം. ഇവിടെ വടകര ആര് നിന്നാലും ജയിക്കുന്നൊരു മണ്ഡലമായിരുന്നു കോൺഗ്രസ് പാർട്ടിക്ക് ഇവിടെ ലോക്സഭയിൽ. കാരണം CPM എതിർപ്പ് അവിടെ ഉണ്ടായി.
ടി പിയുടെ കൊലപാതകത്തോടെ വടകരയിൽ CPM-നോടുള്ള എതിർപ്പ് വളരെ രൂക്ഷമായി. അവിടെ ആര് നിന്നാലും ജയിക്കും. അവിടെ ഷാഫിയെ തന്നെ കൊണ്ടുവന്ന് അവതരിപ്പിക്കണമെന്നുള്ള നിർബന്ധമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഷാഫി അവിടെ അവതരിപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കരുനീക്കങ്ങൾ മാത്രമാണ് കോൺഗ്രസ് പാർട്ടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സംഘടനാ പ്രവർത്തനം ഈ പാർട്ടിയിലില്ല. വടകരയിൽ ഷാഫിയെ കൊണ്ട് അവതരിപ്പിക്കുമ്പോൾ ഇതിന് തലവെച്ചു കൊടുക്കുന്ന കെ മുരളീധരൻ അതിലും വലിയ ഗാംബ്ലിംഗ് കളിക്കുകയാണ് എന്നല്ലേ ശ്രീകുമാർ മനയിൽ പറഞ്ഞത്. അത് പാളിയപ്പോൾ സ്വാഭാവികമായിട്ട് ജില്ലാ നേതൃത്വത്തിലേക്ക് വിരൽ ചൂണ്ടേണ്ട കാര്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. ഇവിടെ ജില്ലാ നേതൃത്വം എന്ന് പറയുന്ന ഒരു നേതൃത്വമല്ലല്ലോ പ്രശ്നം. ഇവിടെ ജില്ലാ നേതൃത്വത്തിലേക്ക് വരുന്നവരാരാ? സംസ്ഥാന നേതൃത്വത്തിൻ്റെ വേണ്ടപ്പെട്ടവരാണ്. അല്ലാതെ പാർട്ടിയുടെ പ്രവർത്തനവും തൂക്കവും ആ പ്രദേശത്തിന്റെ സ്വാധീന ശക്തിയൊക്കെ കണക്കാക്കിയല്ലോ. നമ്മൾ ഈ വളച്ചൊന്നും പിടിക്കാണ്ട് ചോദിക്കാം, കെ മുരളീധരൻ തൃശ്ശൂരിൽ ജയിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ 2ാം സ്ഥാനത്തെങ്കിലും എത്തിയിരുന്നെങ്കിൽ അനിഷേധ്യനായിട്ടുള്ള ഒരു പേരായ അദ്ദേഹം സംസ്ഥാന നേതൃത്വത്തിലേക്ക് വന്നേനെ. മുസ്ലിം ലീഗ് അടക്കമുള്ളവർ BJP-യെ തോൽപ്പിച്ചു എന്നുള്ളൊരു ലേബലിൽ തന്നെ അദ്ദേഹം ട്രീറ്റ് ചെയ്യപ്പെടനെ. അത് സംസ്ഥാന നേതൃത്വത്തിലെ പല നേതാക്കന്മാർക്കും ബുദ്ധിമുട്ടുണ്ടായേനെ. സ്വാഭാവികമായിട്ടുണ്ടായേനെ. ഇവിടെ 2 ഗുണം കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായി. ഒന്ന്, എല്ലായിടത്തും ഒരാൾ തന്നെ മത്സരിക്കണമെന്നൊരു ധാരണയൊക്കെ മാറുകയാണ്. കോൺഗ്രസിൽ ഇന്ന ആൾക്കാരെ മത്സരിക്കാവൂ, ഇനി അത്ര എഴുന്നേറ്റ് നിൽക്കാൻ വയ്യെങ്കിലും തലയിൽ പെയിൻ്റ് അടിച്ചിട്ട് താൻ തന്നെ മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്ന നേതാക്കളുള്ളൊരു പാർട്ടി. അതിനൊരു മാറ്റം വരാൻ ഒരുപക്ഷേ കെ മുരളീധരൻ്റെ പരാജയം ഗുണം ചെയ്യുമായിരിക്കാം. പിന്നെ ചിലരുടെ കാൽക്കുലേഷൻ, ഇങ്ങനെ കരുനീക്കങ്ങൾ നടത്തിയാൽ ഇങ്ങനെ ചെയ്താൽ എനിക്ക് മുഖ്യമന്ത്രിയാവാം, അങ്ങനെയുള്ള കരുനീക്കങ്ങൾക്കുള്ളൊരു തിരിച്ചടിയായിരിക്കും കെ മുരളീധരൻ്റെ ആ പരാജയം. പിന്നെ എവിടെ നിന്നാലും എവിടെ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ താഴെത്തട്ടിലുള്ള പ്രവർത്തകരും സ്ഥാനാർത്ഥിയും ജില്ലാ നേതൃത്വവും ഒക്കെ ഒരുമിച്ചുള്ളൊരു പ്രവർത്തനം ഉണ്ടായാൽ മാത്രമേ വിജയം സാധ്യമാകൂ. തൃശ്ശൂർ ജില്ലയിലൊക്കെ കോൺഗ്രസിൻ്റെ സംഘടനാ തലത്തിലുള്ള ദൗർബല്യം വളരെ വലുതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം കോൺഗ്രസിൻ്റെ സംഘടനാ ശക്തിയായി കാണണ്ട. കോൺഗ്രസ് സംഘടനാ രംഗത്ത് വളരെ പരാജയപ്പെട്ടിരിക്കുന്നു. സംഘടനാ രംഗത്ത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തണമെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തകർക്കൊരു സുരക്ഷിതത്വം ലഭിക്കണം. സുരക്ഷിതത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കലി സുരക്ഷിതത്വം ലഭിക്കണം എല്ലാ അർത്ഥത്തിലും. ഞങ്ങളൊരു ഐഡിയോളജിക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്, ഒരു മഹത്തായ ഐഡിയോളജിക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് എന്നൊരു ബോധം പ്രവർത്തകർക്കുണ്ടാവണം. ഇവിടെ മറിച്ച് ഞങ്ങളൊരു നേതാവിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് എന്നൊരു ബോധം, നേതാവിൻ്റെ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളൊരു താല്പര്യം, ഇങ്ങനെയൊക്കെ ഒരു താല്പര്യം വെച്ചുകൊണ്ട് എത്ര കാലം ഒരു പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റും? അപ്പോൾ ഈ പരാജയം ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു KPCC-യിൽ വെച്ച റിപ്പോർട്ട് എങ്ങനെയാണ് പുറത്തു വന്നത്? അല്ലെങ്കിൽ അങ്ങനെ റിപ്പോർട്ട് ഇല്ല എന്ന് പറയേണ്ട ഒരു സാഹചര്യം വന്നത് എന്തുകൊണ്ടാണ്? സ്വാഭാവികം ഇതെല്ലാം കോൺഗ്രസിൻ്റെ ഇടനാഴികളിൽ നിന്നല്ലേ മാധ്യമ ലോകത്തേക്ക് ചോർത്തി കൊടുക്കപ്പെടുന്നത്. ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നു, അതിൽ TM പ്രതാപനെ അല്ലെങ്കിൽ അനിൽ അക്കരയ്ക്കെതിരെ പറയുകയാണ് ഇനി ഇവർ DCC പ്രസിഡന്റ് ആവാതിരിക്കാനാണ് എന്നൊക്കെ പറയുന്നത് ആരാ? എവിടെന്നാ ഈ മാധ്യമങ്ങൾക്ക് ഈ വാർത്ത കിട്ടുന്നത്? അത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ അരമനകളുടെ ഇടനാഴിയിൽ നിന്നാണ്. ആ ഇടനാഴി രാഷ്ട്രീയം അവസാനിപ്പിക്കുവാൻ നേതാക്കന്മാർ തയ്യാറാവണ്ടേ? റൈറ്റ്. ശരി, ശ്രീ റെജി ലൂക്കോസ്, താങ്കൾക്ക് കോൺഗ്രസിനെ വിമർശിച്ച് ഒരുപാട് സമയം കളയേണ്ട ഇത്തവണ എന്നുള്ളൊരു വലിയ കാര്യമുണ്ട്. കാരണം കോൺഗ്രസിന്റെ DCC സെക്രട്ടറിയും കോൺഗ്രസ് നിരീക്ഷകനും പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, CPM-നെ സംബന്ധിച്ചിടത്തോളം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ രീതിയിലാണെങ്കിൽ വലിയ തലവേദന ഇല്ലാത്ത കാര്യങ്ങൾ മുന്നോട്ട് പൊക്കോളും. അപ്പോഴും കെ മുരളീധരൻ എന്ന് പറയുന്ന ഒരു നേതാവ് സംസ്ഥാന നേതൃത്വത്തിൽ അനിഷേധ്യനാകുന്നതിന് തടയിടാനുള്ള ഒരു നീക്കം കൂടി ഇതിനകത്ത് നടന്നു. അതിൽ തലവെച്ചു കൊടുത്തു കെ മുരളീധരൻ എന്ന് പറയുന്ന ശ്രീകുമാർ മനലിന്റെ ആ നിരീക്ഷണമുണ്ടല്ലോ, അത് താങ്കൾ കരുതുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആരായിരിക്കും, എവിടെ നിന്നായിരിക്കും ആ വിട്ട് വന്നിട്ടുണ്ടാവുക? തീർച്ചയായിട്ടും അതിലേക്ക് വരുന്നതിന് മുൻപ് ഇവിടെ ഫ്രണ്ട് മഹാദേവൻ നടത്തിയൊരു നിരീക്ഷണം രസകരമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് കെ കരുണാകരന്റെ കുടുംബത്തിൽ നിന്ന് ആര് തൃശ്ശൂർ വന്നാൽ ജയിക്കുമെന്ന് പറഞ്ഞു. ഒരുപക്ഷെ അത് ശരിയായിരിക്കും, അത് ഞാൻ തർക്കിക്കുന്നില്ല. സാക്ഷാൽ കരുണാകരനെ VV രാഘവനോട് തോപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്ന ഒരു നേതാവുണ്ട്, പത്മജ വേണുഗോപാൽ. പത്മജ വേണുഗോപാൽ ഇതേ കരുണാകരന്റെ ആള് തന്നെയാണ്. അപ്പൊ പത്മജ വേണുഗോപാൽ തൃശ്ശൂർ വന്നാലും ജയിക്കുകയെന്നാണോ? അപ്പൊ പത്മജ വേണുഗോപാൽ നിങ്ങൾ തള്ളിയോ? കാരണം പത്മജ 1200 വോട്ടുകൾക്ക് കഴിഞ്ഞ തവണ തോറ്റുപോയപ്പോൾ അവർ തന്നെ പറഞ്ഞു, തൃശ്ശൂരിൽ ചില നേതാക്കന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് എന്നെ തോപ്പിച്ചെന്ന് പറഞ്ഞു. എനിക്കത് കൗതുകം തോന്നുന്നു. കാരണം പത്മജയോടുള്ള BJP ഇപ്പോഴത്തെ നിലപാടിന്റെ കൃത്യമായ ഒരു ചിത്രമാണ് ഇവിടെ പ്രിന്റ് വരച്ചു കെട്ടിയത്. ഇനി ഈ ചോദ്യത്തിനുള്ള മറുപടി, അദ്ദേഹം സ്വയം ഏറ്റെടുത്ത ഒരു ദൗത്യമല്ല തൃശ്ശൂർ എന്നുള്ളൊരു തെളിവ് പറയാം. ഒന്ന്, അദ്ദേഹത്തിനെ അവിടുന്ന് മാറ്റും. അദ്ദേഹം പോസ്റ്റർ അടിച്ചതാണ്, പോസ്റ്റർ ഒട്ടിച്ചിട്ടില്ല. അദ്ദേഹം അവിടെ പ്രവർത്തനങ്ങൾ തുടങ്ങി. ഏതാണ്ട് 1.5 മാസം അവിടെ തന്നെ ദീർഘകാല സമയം ചെലവഴിച്ച് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി. അദ്ദേഹം ജനകീയനായിരുന്നു അവിടുത്തെ ഒരു പരിധിവരെ MP എന്നുള്ളത്. ഈ പറയുന്ന ഷാഫി പറമ്പലിനെ അവിടുന്ന്
പിന്നെ വടകരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയപ്പോൾ ഷാഫി ഹൈക്കമാൻഡ് പരാതി കൊടുത്തു. അഭ്യർത്ഥിച്ചു എന്റെ അതിന് എന്റെ പേര് പരിഗണിക്കരുത്, ഞാൻ പാലക്കാട് തന്നെ കണ്ടിന്യൂ ചെയ്തോളാം അദ്ദേഹം പറഞ്ഞു. കെ കരുണാകരൻ കെ മുരളീധരൻ അത് പിന്നെ അഭ്യർത്ഥിച്ചു തനിക്ക് തൃശ്ശൂർ പോകാനായിട്ട് താല്പര്യം താൻ വടകര തന്നെ നിന്നോളാന്ന് പറഞ്ഞു. അത് ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തു. പകൽ പോലെ നമ്മളെല്ലാം അന്നത്തെ ദിവസത്തേക്ക് നമ്മൾ ഡിബേറ്റ് ഉണ്ടായിരുന്നു, റിപ്പോർട്ട് ചെയ്തതാ. പിന്നെ അദ്ദേഹം വടകര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തൃശ്ശൂർ പോകുന്നതിന് കാര്യം പറഞ്ഞു. ഞാനൊരു പുതിയ ദൗത്യം ഏറ്റെടുക്കുകയാണ്, ഞാൻ വിജയിച്ചു വരും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് പോയി. അദ്ദേഹം വന്നതിന് പിറ്റേ ദിവസം നേരത്തെ ഇവിടുത്തെ വേറൊരു സംഭവം ഉണ്ടായി. അദ്ദേഹം വരുന്നതിന് പിറ്റേ ദിവസം തലേ ദിവസം തൃശ്ശൂര് ഒരു കോൺഗ്രസ്സുകാർക്ക് പ്രകടനം നയിച്ചു റൗണ്ടിന്റെ ചുറ്റും. എന്താണെന്നറിയോ? കെ മുരളീധരനെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തൃശ്ശൂർ കൊണ്ടത്. പ്രിയപ്പെട്ട കെ മുരളീധരൻ വടകര നിന്ന് ജയിക്കും, തൃശ്ശൂർ അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായ രീതിയിൽ കുരുതി കൊടുക്കാനാണെന്ന് പറഞ്ഞ അവിടെ പ്രകടനം നടന്നു. ഇനി വോട്ടെടുപ്പിന്റെ അന്ന് നടന്ന സംഭവം എന്താ? തൃശ്ശൂർ DCCയിൽ 100 കണക്കിന് പിന്നെ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലടിക്കുന്നു. തമ്മിലടിന്ന് കൂട്ടത്തല്ല്. കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങൾ ലൈവ് കാണിച്ചു, മണിക്കൂറോളം നീണ്ടത്. എന്തായിരുന്നു ആ തല്ലിന്റെ പിന്നിലെ കഥ? ആ തല്ലിന്റെ പിന്നിൽ അവർ ഉയർത്തിയ 2 പേരുകൾ. ഒന്നാം സ്ഥാനം ടി എൻ പ്രതാപനോട് ഒരു പോസ്റ്റ് ഒട്ടിച്ചു കോൺഗ്രസ് പ്രവർത്തകർ. അനിലക്കര ഒറ്റുകാരെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അടി ഉണ്ടാക്കിയത്. അപ്പൊ ഇതെല്ലാം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു ചിത്രമാകുമ്പോൾ കെ മുരളീധരൻ രാഷ്ട്രീയപരമായി രാഷ്ട്രീയ വധമാണ് അദ്ദേഹത്തിന് ഇവർ കൽപ്പിച്ചിരിക്കുന്നത്. അതിന് കാരണം എന്നറിയോ? അതൊന്നും മനസ്സിലാക്കാനുള്ള ബോധമുള്ള ഒരാളല്ലേ കെ മുരളീധരൻ? ശ്രീകുമാർ മനയിൽ ചോദിക്കും, അദ്ദേഹത്തിന് അറിയാമെങ്കിൽ കെ മുരളീധരൻ അറിയില്ലേ എന്താണ് തൃശ്ശൂരിൽ നടക്കുന്നത്? കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം താറുമാറായി കിടക്കുകയാണെന്ന് മനസ്സിലാക്കാൻ കെ മുരളീധരന് കഴിയില്ലേ എന്നാണ് ചോദിക്കുന്നത്. എന്നോടാണോ ചോദ്യം? തീർച്ചയായും. ഒരൊറ്റ ഉദാഹരണം പറയാം. എന്നോട് നേരത്തെ ചോദ്യത്തിന് മറുപടി ഞാൻ പറഞ്ഞില്ല. ഈ രീതിയിൽ പോവാണെന്നുണ്ടെങ്കിൽ CPM അടുത്ത തെരഞ്ഞെടുപ്പ് വളരെ ഈസി ആയിരിക്കും എന്നുള്ളത് അത് സ്പഷ്ടമായില്ല. ഏറ്റവും വലിയ ഉദാഹരണം പറയാം, ഈ ചർച്ചയിലുള്ളവരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അദ്ദേഹം ഒരു വന സംരക്ഷണ ജാഥ മലയോര സംരക്ഷണ ജാഥ തുടങ്ങി ഒരു 8 ദിവസം മുമ്പ് കരുവഞ്ചാൽ എന്നുള്ള സ്ഥലത്ത്, കണ്ണൂർ ജില്ലയിലെ. അന്ന് അവിടെ കുറച്ച് ആളും കൂടി. കാരണം എന്തുകൊണ്ടാ? കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കളെല്ലാം വിളിച്ചു വരുത്തി. അതേ സമയം പർട്ടിക്കുലർ ടൈമിൽ പാലക്കാട് എലപ്പുള്ളിയിൽ ബ്രൂവറിക്കെതിരെ ഒരു മാധ്യമ സമ്മേളനം, ഒരു കോലാഹലം നടത്തി. രമേശ് ചെന്നിത്തല അവർ തമ്മിലോട് മനസ്സിലായല്ലോ. പക്ഷെ പറഞ്ഞു വരുന്നത് അതല്ല. പിന്നീട് ഒരാളില്ല യാത്രയായി. VD സതീശന്റെ ആ യാത്ര നാണം കെട്ടു. വയനാട്ടിൽ വന്നപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം ഉണ്ടായെങ്കിലും ജനം തഴഞ്ഞു. അവസാനം PV അൻവറിനെ പനമരത്ത് വിളിച്ചു വരുത്തി. നാളെ അവിടെ വരണം, കുറെ ആളെ കൂട്ടണമെന്ന് പറഞ്ഞു. മുസ്ലിം ലീഗ് ഒരു സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടില്ല. അവർ തഴഞ്ഞു. കാരണം അവർക്കൊക്കെ താല്പര്യം രമേശ് ചെന്നിത്തലയോടാ. ചുങ്കത്തറ എന്നുള്ള സ്ഥലത്ത് വന്നപ്പോഴാണ് ലീഗിന്റെ നേതാക്കന്മാര് സാദിഖലി ശിഭാഗത്തവങ്ങളും കുഞ്ഞാലിക്കുട്ടിയൊക്കെ വേദിയിലിറങ്ങുകയെ. പക്ഷെ ആളില്ലായിരുന്നു. പിന്നീട് ഇപ്പോഴും ആ ജാഥ ഉണ്ടെന്ന് അറിയത്തില്ല. ഇവിടുത്തെ മാധ്യമങ്ങൾ ഇതുപോലെ. ശ്രീ റെജിലുക്കോസ്, ഞാൻ ചോദിക്കുന്നത് കെ മുരളീധരൻ സംസ്ഥാന നേതൃത്വം ആ മുൻനിരയിലേക്ക് വരണ്ട എന്ന് കരുതുന്നത് ആരാണ്? താങ്കൾക്ക് എനിക്കാണല്ലോ ചോദിക്കാൻ ബുദ്ധിമുട്ട്. താങ്കൾക്ക് എന്ത് പേരും പറയാം. ആദ്യം പറഞ്ഞു, അതായത് VD സതീശൻ ഭയക്കുന്നു, KC വേണുഗോപാൽ ഭയക്കുന്നു. ഇപ്പൊ KC വേണുഗോപാൽ മാറി ഭയക്കുന്നു. ഇനി ഇതൊന്നുമല്ല, സാക്ഷാൽ രമേശ് ചെന്നിത്തല ഭയക്കുന്നു. രമേശ് ചെന്നിത്തല 2 സൈഡിൽ നിൽക്കുന്ന ആളാ. എന്തിനധികം നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കും. രാഷ്ട്രീയ നിരീക്ഷണത്തിൽ വളരെ വ്യക്തമായിട്ടറിയാം. തൂണും ചാരിയിരിക്കുന്ന ഒരാളുണ്ട്, കോട്ടയം MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇവരെല്ലാവരും മുരളീധരൻ എന്ന് പറയുന്ന അത്യാവശ്യം ജനകീയനായിട്ടുള്ള നേതാവിനെ ഇല്ലായ്മ ചെയ്യേണ്ട അവരെ മുഖ്യമന്ത്രി മുഖത്തിന് എന്താ പറയാ ആവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടെ ഒറ്റ സെന്റൻസ് അല്ലല്ല ഒറ്റ സെന്റൻസോട് ഞാൻ ആദ്യം തെറ്റിയാണ് നിർത്തിക്കോളാം. ഇത്രയേ ഉള്ളൂ. എന്തുകൊണ്ടാണ് VD സതീശനെ ജനങ്ങൾ, ആ പാർട്ടിക്കാർ പോലും തടഞ്ഞിരിക്കുന്നത്? കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയോട് ആ പാർട്ടി പ്രവർത്തകരും UDF പ്രവർത്തകരും പൊതുജനങ്ങളും അവഗണിക്കുകയാണ് അവരെ. കാരണം അവരെ ഇനി ഒരു കാരണവശാലും നിയമസഭയിൽ എന്താ പറയാ അധികാരം ഏൽപ്പിക്കാൻ പാടില്ല എന്നുള്ള ഉത്തമ ബോധ്യമാണ് CPM വഴി വളരെ കൃത്യമായിട്ട് തുറന്നിരിക്കുന്നു. അതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് VD സതീശന്റെ ജാഥയെ ആ പാർട്ടിക്കാർ പോലും തടഞ്ഞ് ഒരു ശൂന്യ യാത്രയെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിപ്പോ എവിടെ എത്തിയെന്ന് പോലും ആർക്കും അറിയത്തില്ല. ഇവരെ കുഴലൊന്നും മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നില്ല അദ്ദേഹത്തിന്റെ ജാഥയെ കുറിച്ച്. ഞാൻ നിർത്തി. ഓക്കെ, റൈറ്റ്. പ്രിന്റു മഹാദേവ്, BJP നേരത്തെ പത്മജ വേണുഗോപാലിനെയും തള്ളിപ്പറയുകയാണോ BJP എന്നാണ് നേരത്തെ ശ്രീ റെജിലുക്കോസ് ചോദിച്ചത്. അതായത് കരുണാകരന്റെ മക്കൾക്കും തൃശ്ശൂരിൽ ക്ലച്ച് പിടിക്കാൻ കഴിയുകയില്ല എന്ന് പറയുന്നത് പത്മജയെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണോ എന്ന് ഉള്ള ഒരു ചോദ്യം നേരത്തെ ശ്രീ റെജിലുക്കോസ് ചോദിച്ചിരുന്നു. അങ്ങനെയല്ല. പത്മജ വേണുഗോപാൽ കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കുന്ന സമയത്താണല്ലോ അവിടെ പരാജയപ്പെട്ടത്. അപ്പൊ ഞാൻ അതിനെ ഒരു ഉദാഹരിച്ചു എന്നേ ഉള്ളൂ. അല്ലാതെ പത്മജയെ അല്ലെങ്കിൽ ആ രീതിയിലല്ല ഞാൻ അതിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കെ മുരളീധരൻ ഇവിടെ ശരിക്കൊരു പൊളിറ്റിക്കൽ നിരീക്ഷണം നടന്ന സമയത്ത് ഇവിടെ വിജയിക്കാനല്ല വന്നിട്ടുള്ളത്. ഇപ്പൊ നേമത്ത് അദ്ദേഹം 3ാം സ്ഥാനത്തേക്ക് പോയല്ലോ. അന്ന് അദ്ദേഹം ഒരു പരാതിയും പറഞ്ഞിട്ടില്ല.
അദ്ദേഹം ഇവിടെ തൃശ്ശൂർ വന്ന അദ്ദേഹത്തിന് 2 ഗെയിമാണ് കെ മുരളീധരന്റെ മനസ്സിനകത്തുണ്ടായിരുന്നത്. ഒന്ന്, സുനിൽകുമാർ വിജയിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് സുരേഷ് ഗോപിയെ തോൽപ്പിച്ചത് ആരാണ്? ഒരു വീരപരിവേഷം അദ്ദേഹത്തിന് കിട്ടുന്നു. രണ്ടാമത്, അദ്ദേഹം അവിടെ ജയിക്കുകയാണെങ്കിൽ വീരപരിവേഷമാണ്. ഇവിടെ അദ്ദേഹത്തിന്റെ എല്ലാ ഗെയിം പ്ലാനും മാറിക്കൊണ്ട് സുരേഷ് ഗോപി ജയിച്ചതോടുകൂടിയാണ് അദ്ദേഹത്തിന് ഈ പരാതികൾ മുഴുവൻ ഉണ്ടാവുന്നത്. അദ്ദേഹത്തിന് നിങ്ങൾ കൃത്യമായിട്ട് ഒരു പൊളിറ്റിക്കൽ നിരീക്ഷണം നടക്കുന്ന സമയത്ത് മുരളീധരന്റെ കൂടെയുള്ള വിഭാഗം എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമുക്കറിയാം ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ മാത്രമാണ് കെ മുരളീധരൻ 1ാം സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത്. അത് കേരളത്തിലെ ഒരു പൊളിറ്റിക്കൽ സിനോറിയാണ്. കാരണം മൈനോറിറ്റി പ്രതി മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ചാവക്കാട് ഗുരുവായൂർ മണ്ഡലത്തിലാണ് അദ്ദേഹം 1ാം സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ കെ മുരളീധരന്റെ കൂടെ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ആശയത്തിന് പിന്തുണ അർപ്പിക്കുന്ന ഒരു നിയോജക മണ്ഡലം കേരളത്തിലുണ്ട്, അത് ഗുരുവായൂരാണ്. ഈ ഒരു പൊളിറ്റിക്കൽ സിനാരിയോ ആണ് കെ മുരളീധരന്റെ മനസ്സിനകത്ത് ഉണ്ടായിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഗെയിം പാളി എന്ന് പറയുന്നത് ഈ പറയുന്ന സുരേഷ് ഗോപി ജയിച്ചതോടുകൂടി അദ്ദേഹത്തിനും സുനിൽകുമാറിനും തലയ്ക്ക് വെളിവില്ലാത്ത രീതിയിലാണ് അദ്ദേഹത്തിന്റെ സംസാരം ഒക്കെ നോക്കുന്ന സമയത്ത് സത്യത്തിൽ അവിടെ BJPയുടെ വിജയം എന്ന് പറയുന്നത് അത് കെ മുരളീധരൻ വന്നതുകൊണ്ടോ അല്ലെങ്കിൽ സുനിൽകുമാർ മത്സരിച്ചതുകൊണ്ടല്ല, ജനങ്ങൾക്കിടയിൽ ജനകീയമായ പ്രവർത്തനങ്ങൾ സുരേഷ് ഗോപി നടത്തിയത് കൊണ്ടാണ്. അപ്പൊ അതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള പ്രചരണങ്ങൾ ഇപ്പൊ നോക്കൂ. ഈ ഒരു വിഷയം ഇപ്പോൾ ഉയർത്തേണ്ട ആവശ്യകത എന്താണ്? ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞു, ഇത്രയും മാസമായി, ഇപ്പൊ ഒരു ഉപസമിതിയുടെ റിപ്പോർട്ടിന്റെ പുറത്ത് ഇത്തരത്തിൽ ഒരു ചർച്ച ഉണ്ടാക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? അപ്പൊ ഇവിടെ ഏതെങ്കിലും രീതിയിൽ BJPയുടെ വിജയത്തെ താറടിച്ച് കാണിക്കാനും സുരേഷ് ഗോപിയുടെ ജനകീയ മുഖങ്ങൾക്ക് ഇവിടെ ജനങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള വലിയ വിശ്വാസ്യത അതിന് തകർക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള അങ്ങനെ ഞാൻ കരുതുന്നില്ല ശ്രീ പ്രിന്റു. അതല്ലല്ലോ, അത് 2 കൂട്ടിയാൽ 4 അല്ല എന്ന് ശ്രീകുമാർ മനയില് പ്രിന്റു പറയുന്നത് BJPയുടെ ഒരു വാദം മാത്രമാണ്. ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് കൊണ്ട് കെ മുരളീധരന് കാര്യമായിട്ട് യാതൊരു ഗുണവും ഉണ്ടാകുന്നില്ല. പഞ്ചായത്ത് ഇലക്ഷൻ നടക്കാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ DCC തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുമ്പോൾ ഈ പഴി കൂടി കെ മുരളീധരന്റെ തലയിലിടുക എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇതിനകത്ത് നടക്കാനില്ല. ഒന്നില്ലെങ്കിൽ ഒരു വെടിക്ക് ഒരു പക്ഷി, അല്ലെങ്കിൽ 2 പക്ഷി. അതല്ലേ അതിന്റെ ഒരു ലോജിക്ക്? അല്ല, ഇതിനകത്ത് കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ശ്രീകുമാർ മനയില് പ്രിന്റു, ഞാൻ BJPയുടെ വാദം ഞാൻ കേട്ടു. ഞാൻ ശ്രീകുമാറിനാണ് ചോദിക്കുന്നത് ഇതിന്റെ ഒരു മറുവാദം. ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാമോ? ഞാനത് അതായത് BJP പറയുന്നത് പോലെയല്ല. ഇപ്പോ ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ട് കെ മുരളീധരന് കാര്യമായിട്ട് യാതൊരു ഗുണവുമില്ല. പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു, ഇങ്ങനെ ഒരു വിവാദം കൊണ്ടുവന്ന് അതുകൂടി കെ മുരളീധരന്റെ തലയിലിടാമെന്നല്ലാതെ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഇനിഷ്യേറ്റീവിൽ ഈ റിപ്പോർട്ട് വരാനുള്ള സാധ്യതയില്ല. പിന്നെ എന്തായിരിക്കും ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിറകിൽ കാരണം എന്തായിരിക്കും? BJPക്കോ ഇടതുപക്ഷത്തിനോ തൽക്കാലം ഇതിൽ റോളുമില്ല. അല്ല, കെ മുരളീധരനെ ഏതായാലും തൃശ്ശൂർ രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹം പുറത്തായി. ഇനിയിപ്പോൾ അദ്ദേഹത്തിനെ അതിനകത്തേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുവന്നിട്ട് കാര്യമില്ല. പക്ഷേ തൃശ്ശൂർ അടക്കമുള്ള DCCകളിൽ കോൺഗ്രസ് വളരെയധികം ദുർബലമായ ജില്ലകളിൽ DCC സമ്പൂർണ്ണ പുനഃസംഘടന നടക്കുന്നുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞൊരു സമ്പൂർണ്ണ പുനഃസംഘടന നടക്കുമ്പോൾ തങ്ങൾക്ക് താല്പര്യമില്ലാത്ത ആൾക്കാരെ വെട്ടിക്കളയുക എന്നുള്ളതാണല്ലോ കാലാകാലങ്ങളെ കോൺഗ്രസ് നടക്കാറില്ല. അതൊരു ജനാധിപത്യപരമായിട്ടും അല്ലാതെയും അങ്ങനെ വെട്ടിക്കളയാറുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, കോൺഗ്രസിൻ്റെ ഏത് റിപ്പോർട്ടും ഏത് പത്രക്കാരന് ആക്സസിബിൾ ആണ്. കാരണം ഈ റിപ്പോർട്ടൊക്കെ എല്ലാവരും കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അത്ര പറയുന്ന പോലെ ഏതൊരു സാധാരണ ഒരു പ്രാദേശിക പത്രപ്രവർത്തനം വിചാരിച്ചാലും ഈ റിപ്പോർട്ടൊക്കെ അവൻ്റെ കയ്യിൽ കിട്ടും. കാരണം ഇത് പലരും വായിച്ചിട്ടുണ്ട്, അവിടെ പലരും ഈ റിപ്പോർട്ട് കണ്ടിട്ടുണ്ട്, പല നേതാക്കളുടെ കയ്യിൽ ഈ റിപ്പോർട്ടിൻ്റെ കോപ്പികളുണ്ടാവും. അതൊക്കെ സാധാരണമാണ്. പക്ഷേ ഇപ്പോൾ പുറത്ത് വന്നത് DCC പുനഃസംഘടനയായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്, സംശയമില്ല. കേരളത്തിലെ ഏറ്റവും മോശം DCCകളൊന്നാണ് തൃശ്ശൂർ, തിരുവനന്തപുരം തുടങ്ങിയ DCCകൾ ഏറ്റവും പ്രവർത്തന രാഹിത്യമുള്ള DCCകളാണ്. അവിടെ ഉടൻ തന്നെ മികച്ച DCC പ്രസിഡന്റ് അടക്കമുള്ള പുതിയ നേതൃത്വം വരണമെന്നാണ് കോൺഗ്രസ് പാർട്ടിയുടെ നിർദ്ദേശം. അതനുസരിച്ച് വരാൻ ആര് വരും? ഇപ്പോൾ അനിൽ അക്കര പറയുന്നത്, അനിൽ അക്കര DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു, ഒരു ആസ്പയറിംഗ് കാൻഡിഡേറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ജോസ് വള്ളൂരും നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവാം. TN പ്രതാപനെ വീണ്ടും DC പ്രസിഡന്റ് ആക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടാവാം. ഇതെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് പിന്നെ ഒരു കാര്യം, ഇതിനകത്ത് അതിനകത്തൊരു ഗ്രൂപ്പ് സംഭവം കൂടെ ഞാൻ കാണുന്നുണ്ട്. അനിൽ അക്കര അടിസ്ഥാനപരമായിട്ട് A ഗ്രൂപ്പുകാരനാണ്, TN പ്രതാപനും A ഗ്രൂപ്പുകാരനാണ്. അപ്പോൾ അവിടെ തൃശ്ശൂർ ജില്ല പരമ്പരാഗതമായിട്ട് I ഗ്രൂപ്പിന്റെ ശക്തി കേന്ദ്രമാണ്. അപ്പോൾ ഒരു നേരത്തെ തന്നെ A ഗ്രൂപ്പുകാരനായ TN പ്രതാപനെ അവിടെ DC പ്രസിഡന്റ് TN പ്രതാപനും അനിൽ അക്കരയ്ക്കുമുള്ള വെട്ടാണ് ഈ പുറത്തു വന്ന റിപ്പോർട്ടും അല്ലെങ്കിൽ റിപ്പോർട്ട് നിഷേധിച്ചുകൊണ്ടുള്ള പ്രസ്താവനകളും എന്നുള്ളത് വ്യക്തം. കെ മുരളീധരൻ അല്ല ഇതിന്റെ ടാർഗറ്റ്, അല്ലേ ഷിറാസ്? കെ മുരളീധരൻ അല്ല ടാർഗറ്റ് എന്നോ ആണ് ടാർഗറ്റ് എന്നോ ഉള്ളതല്ല വിഷയം. കോൺഗ്രസ് പാർട്ടിക്ക് പുതിയ പാഠങ്ങളാണ് ഇതൊക്കെ. ഇതിലെങ്കിലുമൊക്കെ പഠിച്ച് കോൺഗ്രസ് പാർട്ടി സംഘടനാ രംഗത്ത് ശക്തിപ്പെട്ടില്ല എങ്കിൽ ജനങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ അത് ആർക്ക് വോട്ട് ചെയ്യണമെന്നാണ് ജനങ്ങളുടെ പ്രശ്നം. കാര്യം പാർട്ടി ദുർബലമാവുകയാണല്ലോ. ഇവിടെ നേരത്തെ BJPയുടെ സുഹൃത്ത് പറഞ്ഞു വന്നതിനൊരു ചെറിയൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ. സുരേഷ് ഗോപിയെ
മോശക്കാരനാക്കുവാൻ വേണ്ടിയിട്ടല്ല ഈ ചർച്ചകളൊന്നും. കാര്യം അത് അദ്ദേഹം സ്വയം മോശക്കാരനായിക്കോളും. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ ജനങ്ങൾ തിരിച്ചറിയുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ കൈവിട്ടോളും. BJPക്കുള്ള രാഷ്ട്രീയമായിട്ടുള്ള വോട്ടൊന്നുമല്ല തൃശ്ശൂർ കിട്ടിയത്. അവിടെ കോൺഗ്രസിനോടുണ്ടായൊരു എതിർപ്പ്, അതാണ് അവിടെ വോട്ടായിട്ട്. സമയപരിമിതി കൊണ്ടാണ്. ഒറ്റ കാര്യം ഉറപ്പാണ്, അരമന രഹസ്യങ്ങളൊക്കെ അന്തഃപുരത്തിൽ നിന്നേ ചോരുകയുള്ളൂ. അത് പാളയത്തിൽ പടയല്ലാതെ മറ്റൊന്നുമല്ല. ഏതായാലും വളരെയധികം നന്ദി ശ്രീ റിജു ലൂക്കോസ്, ശ്രീകുമാർ മനയിൽ, ഷിറാസ് ഖാൻ, ഒപ്പം പ്രിൻറ്റു മഹാദേവ് ചർച്ചയ്ക്ക് ചേർന്നതിന്. പൂർണ്ണമാകും സ്പെഷ്യൽ. നമസ്കാരം. കേസുകൾ നിലവിലുണ്ട്.